ദൈവകരങ്ങളിലേക്ക് ഈ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യവും വലിയ കരുണയും ഇന്ന് രാത്രി നമ്മുടെ മേൽ വെളിപ്പെടാൻ പോകുകയാണ്. അമേൻ. വളരെ പ്രതീക്ഷകളോടുകൂടിയാണ് ഞാനും നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നത്. നമ്മളെല്ലാവരും ഇന്ന് രാത്രിയെ സമയം ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ പോവുകയാണ്. ഇവിടെ രാത്രി പുലർച്ചെ 1 മണിയായി. സ്തോത്രം. ഇത്ര നേരവും ഏലിയാവ് ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുന്നത് പോലെ ഞാൻ കിടക്കുകയായിരുന്നു. ഇപ്പോൾ 1 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് ഒരുങ്ങി വന്നിരിക്കുക ദൈവവചനം ശുശ്രൂഷിക്കേണ്ടതിന്. ഈ ദിവസങ്ങളിൽ അനേക മീറ്റിങ്ങുകളിൽ കൂടെ വചനം പ്രസംഗിക്കുവാൻ, അനേക ആളുകളിടയിൽ ദൈവത്തിന്റെ സ്തോത്രം വചനം പോകുന്നത് കണ്ട് സന്തോഷിപ്പാൻ ദൈവം ഇടയാക്കുന്നു. അതിനാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രിയും പരിശുദ്ധാത്മാവ് ചില ആഴ്ചകൾക്ക് മുൻപേ എൻ്റെ കയ്യിൽ തന്ന ഒരു മെസ്സേജുമായി, ദൈവ ശബ്ദവുമായി നിങ്ങളുടെ മുൻപാകെ ആയിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. നമുക്കൊരു വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യത്തിലോട്ട് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യം വായിക്കാം. ആ കാലത്ത് മോശെ മുതിർന്ന ശേഷം അവൻ തന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരുടെ ഭാരമുള്ള വേല നോക്കി തന്റെ സഹോദരന്മാരിൽ ഒരു എബ്രായനെ ഒരു മിസ്രൈമ്യൻ അടിക്കുന്നത് കണ്ടു. ആമേൻ. എന്നെ മീറ്റിംഗിന് ക്ഷണിച്ച സിസ്റ്റർ ബീന അജയ് അവர்களോട് ആദ്യമേ നന്ദി അറിയിക്കട്ടെ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി സ്തോത്രം ദൈവപ്രവൃത്തി വെളിപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഇവിടെ വായിച്ചു കേട്ടു. ആ കാലത്ത് മോശ മുതിർന്ന ശേഷം അവൻ തൻ്റെ സഹോദരന്മാരുടെ അടുക്കലേക്ക് ചെന്നു. ആമേൻ. അവരുടെ ഭാരമുള്ള വേല നോക്കി തൻ്റെ സഹോദരന്മാരുടെ എബ്രായനെ മിസ്രയീമിൽ അടിക്കുന്നത് കണ്ടു. ആമേൻ. ഈ എബ്രായ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണ് മോശ. ആമേൻ. പക്ഷേ ഇപ്പോൾ ജീവിക്കുന്നത് എബ്രായരുടെ കൂടെയല്ല, കൊട്ടാരത്തിലാണ്. ഞാനൊരു ദൂത് പറയട്ടെ. നിന്റെ അകത്തൊരു വിളിയുണ്ടെങ്കിൽ, നിന്റെ അകത്തൊരു അഭിഷേകം ഉണ്ടെങ്കിൽ നിന്റെ പാർപ്പ് വ്യത്യസ്തമായിരിക്കും. ആമേൻ. സ്തോത്രം. നിന്റെ ലെവല് വ്യത്യസ്തമായിരിക്കും. നീ പോകുന്ന ഇടങ്ങളിൽ മറ്റുള്ള എബ്രായരെ പോലെ നീ പോകത്തില്ല. എവിടെ കാല് വെച്ചാലും അവിടെ നിനക്കൊരു വ്യത്യസ്തത ഉണ്ടായിരിക്കും. അതാണ് അഭിഷേകത്തിന്റെ പ്രത്യേകത. ആമേൻ. യേശുവിന്റെ ജനനം പുൽത്തൊഴുത്തിലാണെങ്കിലും യേശുവിന്റെ വളർച്ച സ്തോത്രം അസാധാരണമായ വളർച്ചയായിരുന്നു. ആമേൻ. ഇന്ന് രാത്രികാലം ഞാനൊരു ദൂത് പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവ വിളി നിങ്ങൾക്കുണ്ടെങ്കിൽ, ദൈവിക അഭിഷേകം നിങ്ങളുടെ മുകളിലുണ്ടെങ്കിൽ നിങ്ങൾ ഉയർന്ന നിലവാരത്തിൽ വാതിൽ തുറക്കപ്പെടും. അപ്പോൾ മോശ വസിച്ചത് സ്തോത്രം കൊട്ടാരത്തിലാണ്. എങ്ങനെയാണ് കൊട്ടാരത്തിൽ എത്തിയെന്ന് ചോദിച്ചാൽ മോശ പറയും, സ്തോത്രം, ദൈവത്തിന്റെ കരുണയാൽ, ദൈവത്തിന്റെ കൃപയാൽ. ദൈവം എൻ്റെ ജീവിതം ഭാരമുള്ള ജീവിതമല്ല, ഭാരമുള്ളവരുടെ ഭാരം മാറ്റുന്ന ജീവിതമാ. ആരോടൊക്കെ ദൈവാത്മാവ് സംസാരിക്കുക. നിങ്ങൾ 2026 ഭാരം ചുമന്നുകൊണ്ടുള്ള ജീവിതമായിരിക്കയില്ല, മറിച്ച് മറ്റുള്ളവരുടെ ഭാരത്തിൽ നിങ്ങളൊരു ആശ്വാസമാകാൻ പോകുക. സ്തോത്രം. എബ്രായരുടെ അടുക്കൽ ചെന്നിട്ട് മോശ പറയുകയാണ്, സ്തോത്രം, മോശ കാണുകയാണ് ഒരു എബ്രായനെ ഒരു മിസ്രയീമിനെ അടിക്കുന്നത്. ആമേൻ. സ്തോത്രം. അത് കണ്ടപ്പോൾ മോശ എന്നാ ചെയ്തെന്നറിയാമോ? അവിടെ ചില പ്രതിക്രിയകൾ നടത്തി. ഇനി നമുക്ക് 2-ാം അധ്യായം 13-ാം വാക്യം വായിക്കാമോ? പിറ്റേ ദിവസം അവൻ ചെന്നപ്പോൾ 2 എബ്രായർ തമ്മിൽ ശണ്ടയിടുന്നത് കണ്ടു. അന്യായം ചെയ്തവനോട് നിന്റെ കൂട്ടുകാരനെ അടിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. ഇവിടെ 2 പ്രശ്നങ്ങളാണ് മോശ നേരിടുന്നത്. ഒന്ന്, എബ്രായൻ ഒരു മിസ്രൈമൻ ഒരു എബ്രായൻ അടിക്കുന്നത് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഒരു എബ്രായനും തമ്മിലുള്ള അടി. ഇതാണ് ദൈവാത്മാവിനോട് സംസാരിച്ചത്. ഈ 2 വിഷയത്തിന്റെ മധ്യത്തിലാണ് മോശ ഇരിക്കുന്നത്. ആമേൻ. സ്തോത്രം. മോശ ഇരിക്കുന്നത് കൊട്ടാരത്തിലാണെങ്കിലും ഈ 2 വിഷയങ്ങൾക്ക് മറുപടി ഇല്ലാതെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ അകത്തൊരു ഭാരവ. ഓ സ്തോത്രം. നമ്മൾ വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ സുവിശേഷ വിരോധികൾ ദൈവജനത്തെ അടിക്കുന്നത് കാണാം, അല്ലെ? നമ്മൾ വെളിയിലിറങ്ങിയാൽ അത് നമ്മുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്നു. അതേ സമയത്ത് ആലയത്തിന്റെ അകത്തോട്ട് വന്ന ആലയത്തിന്റെ അകത്തും അടിയ എന്ന് വെച്ചാൽ എബ്രായനും തമ്മിൽ അടിയ. മോശ ആദ്യത്തതിൽ എന്നാ ചെയ്തെന്നറിയാമോ? മിസ്രൈമിനെ അടിച്ചു കൊന്നു കുഴിച്ചു മൂടി. രണ്ടാമത്തെ വിഷയം വന്നപ്പോൾ മോശയ്ക്ക് അത് ചെയ്യാൻ ഒത്തില്ല, കാരണം കൂട്ടു സഹോദരനാ. അപ്പോൾ മോശ എന്നാ പറഞ്ഞു? നിങ്ങൾ തമ്മിൽ എന്താത്തിനായി അടിയുണ്ടാക്കുന്നത്? സ്തോത്രം. ഇന്ന് പകൽക്കാലം മോശയുടെ ആ ചോദ്യത്തിന്റെ മുന്നിൽ ആ എബ്രായൻ ചോദിച്ച ചില ചോദ്യങ്ങളുടെ മറുപടിയാണ് പരിശുദ്ധാത്മാവ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ദൂത്. അത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടുമുള്ള പരിശുദ്ധാത്മാവിന്റെ ആലോചനയാ.
അതിന് അവൻ 14-ാം വാക്യത്തിലോട്ട് വന്നാൽ ആ എബ്രായൻ മോശയോട് ചോദിച്ച ഒരു ചോദ്യം പറഞ്ഞൊരു ഉത്തരമുണ്ട്. അതിനവൻ, നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയുമാക്കിയവനാർ. ആമേൻ. നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ സ്തോത്രം, ഹൃദയത്തെ തുളക്കുന്നത് പോലെ, മുറിവേൽപ്പിക്കുന്ന പോലുള്ള ചോദ്യത്തിന്റെ മുന്നിൽ മോശ കുഴങ്ങിപ്പോയി. സത്യമല്ലേ, നിന്നെ ന്യായാധിപതിയാക്കിയവനാർ. നമ്മുടെ മേൽ വിളിയുണ്ടെങ്കിലും നമ്മുടെ മേൽ വാക്തത്വമുണ്ടെങ്കിലും നമ്മൾ എത്തേണ്ടടുത്ത് എത്താത്തത് കൊണ്ട് ചില ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എടോ, ദൈവത്തെ സേവിച്ചിട്ട് ദൈവത്തെ പിൻപറ്റിയത് കൊണ്ട് നിനക്കെന്നാ പ്രയോജനം? ആമേൻ, സ്തോത്രം. നീ ആർ? നമ്മളോട് ചോദിക്കുക, നീ ആർ എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ മോശയ്ക്ക് വാക്ക് മുട്ടിപ്പോയി. ആരൊക്കെയോ ഈ ചോദ്യങ്ങളുടെ മുമ്പിൽ വാക്ക് മുട്ടി മീറ്റിങ്ങിന് കയറിയെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂത് പറയാ, ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം 2026 ദൈവം നൽകാൻ പോകുക. ആമേൻ, സ്തോത്രം. നീ ആരെന്ന് എന്നോട് ചോദിച്ചിട്ട്, നീ ആരടാ വചനം പ്രസംഗിക്കാൻ? നീ ആരടാ ദൈവത്തെ ആരാധിക്കാൻ? നീ ആരാണെന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ ഞാനും കുഴങ്ങിയിട്ടുണ്ട്. അവർക്കുള്ള ഉത്തരം, സ്തോത്രം, ഈ ദിവസങ്ങളിലും കഴിഞ്ഞ അനേക വർഷങ്ങളിലായിട്ടും ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഒന്നാമത്തെ ചോദ്യം എന്തെന്നറിയാമോ? സ്തോത്രം, നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയുമാക്കിയവനാർ. സത്യമല്ലേ? ഓർത്തോണം കേട്ടോ. ഒരു കൊട്ടാരത്തിന്റെ അകത്ത് വളരുന്ന, സ്തോത്രം, മിസ്രൈമിലെ പുത്രിയുടെ മകനോടാണ് ഈ ചോദ്യം. അങ്ങനെ ആണെങ്കിൽ ഒരു സാധാരണക്കാരന്റെ കാര്യം എന്നാ? ആമേൻ. ഒരു രാജകൊട്ടാരത്തിന്റെ അകത്ത് സർവ്വ അധികാരങ്ങളോടുകൂടെ അടുത്ത ഫറവോന് ശേഷം ഫറവോനായി മാറേണ്ട മോശ അവനോട് ചോദിക്കുക, സ്തോത്രം, നീ ആരടാ എന്ന് ചോദിച്ചപ്പോൾ മോശയുടെ ഹൃദയത്തിന്റെ അകത്ത്, സ്തോത്രം, ദുഃഖം വന്നു. അടുത്ത ചോദ്യം, മിസ്രൈമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ കാര്യം പ്രസിദ്ധമായി പോയല്ലോ എന്ന് പറഞ്ഞ മോശ പേടിച്ചു. സ്തോത്രം, ചെയ്ത ദൈവഹിതപ്രകാരമുള്ള കാര്യമാണെങ്കിലും, സ്തോത്രം, ചില ചോദ്യങ്ങളുടെ മുമ്പിൽ വിറച്ചുകൊണ്ട് നിൽക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ ജീവിതത്തിൽ നീ പേടിച്ചെങ്കിൽ ഇനി വരുന്ന സമയങ്ങൾ നീ പേടിക്കുന്ന സമയമല്ല. നീ മറ്റുള്ളവരുടെ മുമ്പിൽ ഭീതിയായി മാറാൻ പോകുക. സ്തോത്രം, നീ മറ്റുള്ളവരുടെ മുമ്പിൽ പേടിയായി മാറാൻ പോകുക. ഇന്ന് നീ മറ്റുള്ളതിനെ പേടിക്കുന്നുവെങ്കിൽ നാളെ മറ്റുള്ളവർ നിന്നെ പേടിക്കാൻ പോകുക. സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ ഇന്ന് നിന്റെ വാക്കുകൾക്ക് വിലയില്ലാത്ത മേഖലകളിൽ പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ വാക്കുകൾക്ക് വില വരാൻ പോകുക. ആമേൻ. നിന്റെ വാക്കുകൾ മറ്റുള്ളവർ അംഗീകരിക്കുന്ന സമയങ്ങളിലോട്ട് പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടു ചെല്ലുന്ന സമയങ്ങൾ വരാൻ പോകുക. ഈ ദിവസങ്ങളിൽ ബ്ലോക്കായി കിടക്കുന്ന വാഗ്ദത്തങ്ങൾ, സ്തോത്രം, നിന്റെ ജീവിതത്തിൽ റിലീസാകാത്ത വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ മോശേ അത് റിലീസാകുന്ന സമയങ്ങൾ വരാൻ പോകുക. ഇന്ന് നീ തലകുനിച്ച് പേടിച്ചു മാറിയിരിക്കേണ്ട വ്യക്തിയല്ല. ധൈര്യത്തോടുകൂടെ മുന്നോട്ട് വരാൻ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. 15-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ, സ്തോത്രം, ഫറവോൻ ഈ കാര്യം കേട്ടാര് മോശയെ കൊല്ലേണ്ടത് അന്വേഷിച്ചു. എങ്ങനെയെങ്കിലും നിന്റെ ശുശ്രൂഷയ്ക്ക് പാരവെക്കുവാൻ, നിന്റെ മീറ്റിങ്ങിന് പാരവെക്കുവാൻ അകത്തളങ്ങളിൽ ഗൂഢാലോചന ഉണ്ടെന്ന് മറക്കണ്ട. നീ കൊട്ടാരത്തിന്റെ അകത്തെത്തിയിട്ടും നിനക്ക് അവർ പാരവെച്ചെങ്കിൽ ഓർത്തോണം കേട്ടോ, സ്തോത്രം, അവരുടെ ശക്തി വലുതാ. വലിയ ശക്തന്മാരുടെ മധ്യത്തിൽ, സ്തോത്രം, പേടിച്ച് മാറി നിൽക്കുന്ന മോശമാരെ ദൈവാത്മാ പറയുക, ദൈവത്തിന് നിന്നിലൊരു പദ്ധതി വെളിപ്പെടുത്താനുണ്ട്. മോശ ഫറവോന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി മിദ്യാൻ ദേശത്ത് പാർത്തു. അവനൊരു കിണറ്റിനരികെയിരുന്നു. എന്നോ ആയിരുന്നെന്നറിയാമോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഡൈനിങ് ടേബിളിൽ ചിക്കനും മട്ടനും ഒക്കെയും നിറന്ന വിഭവ സമൃദ്ധമായ സദ്യ. സ്തോത്രം, അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി. അടുത്ത ഫറവോനായി മാറേണ്ട മോശയ്ക്ക് കൂട്ടു സഹോദരന്മാർ പാരവെച്ചു. ആമേൻ. എത്രയൊക്കെ ഞാൻ പറഞ്ഞ മനസ്സിലായി? നീ നന്മ പ്രാപിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. നീ, സ്തോത്രം, നന്നാകുന്നത് ആർക്കും ഇഷ്ടമല്ല. മറിച്ച് നീ ഓടിപ്പോകുന്നതാണ് ഇഷ്ടം. നിന്റെ തല കുനിയുന്നതാണ് ഇഷ്ടം. നിന്റെ മീറ്റിങ്ങിൽ നീ തകരുന്നത് കാണാനാണ് പലർക്കും ഇഷ്ടം. എന്നാൽ ഓർത്തോ മോശേ, ഇതൊന്നും ഒരു അവസാനമല്ല, ചില പുതിയതിന്റെ ആരംഭമാ. പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, ചില പുതിയതിന്റെ ആരംഭത്തിന് വേണ്ടി ചില കഷ്ടതകളിൽ കൂടെ നിന്നെ നടത്തുമ്പോൾ പരിശുദ്ധാത്മാവ് ദിവസങ്ങളിൽ നിന്നെ പണിതുകൊണ്ടിരിക്കുകയാണെന്ന് ദൈവിക ആലോചന വെളിപ്പെടുക. ഫറവോന്റെ കൊട്ടാരത്തിന്റെ അകത്തെ സുഖസൗകര്യങ്ങളും എയർ കണ്ടീഷൻ റൂമുകളും വില കൂടിയ കാറുകളിലും യാത്ര ചെയ്ത മോശ ഇപ്പോൾ മിദ്യാന ദേശത്ത് അലഞ്ഞു തിരിയുക. ആരൊക്കെയോ ഈ ദൂത് കേൾക്കുന്നവർ ജീവിതത്തിൽ എങ്ങുമെത്താതെ
അലഞ്ഞു തിരിയുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുക, ഇതൊന്നും അവസാനമല്ല. ഉടാമന ശംദല, ഇതൊന്നും അവസാനമല്ല കേട്ടോ. നമ്മളൊക്കെ നല്ലത് പ്രതീക്ഷിച്ച ചില കാര്യങ്ങൾ ചെയ്യുന്നല്ലേ, നല്ലത് പ്രതീക്ഷിച്ച്, പക്ഷെ അതിന്റെ ഒടുക്കം ദുഃഖമാ. സ്തോത്രം. ഇയ്യോബിനോട് ചോദിച്ചാൽ ഇയ്യോബ് പറയും, നിഷ്കളങ്കനും നേരുള്ളവനുമായിരുന്നു ഇയ്യോബ്. പക്ഷെ എന്തുകൊണ്ടോ ജീവിതത്തിൽ പ്രതിസന്ധി കയറി വന്നു, കഷ്ടതകൾ കയറി വന്നു. ഇയ്യോബ് താൻ ജനിച്ച ദിവസത്തെ ശപിച്ചു. അങ്ങനെ ഉണ്ടല്ലേ ചിലത്, ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു, ഇതൊന്നും കാണണ്ടായിരുന്നല്ലോ. ഇയ്യോബ് സ്തോത്രം ഓട്ടിൻ കഷ്ണമെടുത്ത് തന്റെ ശരീരത്തിലെ വ്രണങ്ങളെ ചൊറിഞ്ഞുകൊണ്ടേയിരുന്നെന്ന ബൈബിൾ പറയുന്നത്. എന്നാ തെറ്റ് ചെയ്യുന്ന ഒരു ദൈവം പോലും പറഞ്ഞു അവനെപ്പോലെ നിഷ്കളങ്കനില്ലെന്ന്, അവനെപ്പോലെ ജീവിതത്തിൽ നേരുള്ളവനില്ലെന്ന്. എന്നിട്ട് കഷ്ടതയാ. അതേ സമയത്ത് തരികിട കളിച്ചും ഗുണ്ടായുസം കളിച്ചും ഞായറാഴ്ച പള്ളിയിൽ വിശുദ്ധം ചമച്ച് വരുന്നവന് ഒരു പ്രശ്നമില്ല. പ്രാർത്ഥിക്കുന്നവനും ഉപവസിക്കുന്നവനും കഷ്ടതയും പ്രയാസവുമാ. പക്ഷേ എനിക്ക് പറയാനൊരു ദൂതുണ്ട്, ഇയ്യോബേ, നീ ഇന്ന് കഷ്ടതയിലാണെങ്കിലും നാളെ നീ പൊന്നുപോലെ പുറത്തു വരും. ഉടാമനാശം, നാളെ നീ പൊന്നുപോലെ പുറത്തു വരാൻ പോകുക. ഇന്നത്തെ വെല്ലുവിളികൾക്കിടെ മധ്യത്തിൽ നിന്ന് മോശേ നീ വെളിയിൽ വരുന്ന സമയങ്ങൾ വരാൻ പോകുക. ആണ്ടൊക്കെ പരിശുദ്ധമായ ദൂത് പറയുന്നു, നിന്നെ വെളിയിൽ കൊണ്ടുവരുന്ന ജനുവരി മാസം, നിന്നെ വെളിയിൽ കൊണ്ടുവരുന്ന മാസമായ ഫെബ്രുവരി മാസം യേശുവിന്റെ നാമത്തിൽ ദൈവം ചെയ്യാൻ പോകുന്നു. ഉടരാ ജഗൽക്കമാന സന്തൽ കടാടകൽക്കമാന. നീതിമാൻ 7 വട്ടം വീണാലും എഴുന്നേൽക്കും, ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകുന്നു. നീ വീണെങ്കിൽ ദൈവാത്മാ പറയുക, നീ എഴുന്നേൽക്കാൻ പോകുക. ഈ മീറ്റിംഗിൽ പരിശുദ്ധാത്മാവ് ചിലത് എഴുന്നേൽപ്പിക്കുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നു. ഉടരാ ജഗൽക്കമാന, യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാ ചിലത് എഴുന്നേൽപ്പിക്കുക. ആമേൻ. ഞാൻ ഈ ദൈവവേല ചെയ്യാൻ വേണ്ടി ഇറങ്ങി അന്ന് മുതൽ ചില പെന്തക്കോസ്തർ പറയാൻ തുടങ്ങി, ബിനീഷ് തീർന്നെന്ന്. 2026 ഞാൻ തീർന്നിട്ടില്ല. ആമേൻ. എപ്പം തുടങ്ങിയ തീർന്നെന്ന്. സ്തോത്രം. അനുഗ്രഹിക്കപ്പെടുമെന്ന് മാതാപിതാക്കൾ മാത്രമേ പറയത്തുള്ളൂ കേട്ടോ. നമ്മളെ സ്നേഹിക്കുന്ന ചുരുക്കം ചിലരെ പറയത്തുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും തീർന്നെന്നാ പറയാ. പിന്നെ നമ്മളങ്ങ് ഹൈ ലെവൽ എത്തണം, അപ്പം പിന്നെ മിണ്ടത്തില്ല. അതുവരെ പോരാട്ടമാ. മനസ്സിലായില്ല? അതുവരെ പോരാട്ടമാ. യേശുവിന്റെ നാമത്തിൽ പോരാടുന്ന നിന്നോട് അന്യായമായി കലശൽ കൂടുന്നവർ നീ നിമിത്തം വീഴാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ നിന്നോട് അന്യായമായി കലശൽ കൂടാൻ വരുന്നവരുണ്ട്. വേണ്ടാത്ത വാഗ്വാദങ്ങൾ, വേണ്ടാത്ത വർത്തമാനങ്ങൾ നിനക്കെതിരെ പറഞ്ഞിട്ട് നിന്നെ ഓടിച്ചു വിടാൻ നോക്കുന്നവരോട് ദൈവാത്മാ ദൂത് പറയുക, അവൻ വീഴുന്നത് നീ കാണും. അടരാ ശംദല വൈഷമാന ഹദിൽഖമാന. യേശുവിന്റെ നാമത്തിൽ 2026 ചിലതിന് ഭാവി സെറ്റിലാകാൻ പോകുക. സ്തോത്രം. ചിലതിന്റെ ശുശ്രൂഷകൾ വർദ്ധിക്കാൻ പോകുക. ചിലതിന്റെ സൂം മീറ്റിങ്ങുകളിൽ അടുത്ത ലെവലോട്ട് കയറാൻ പോകുക. പരിശുദ്ധമായ ദൂത് പറയുന്നു. ചിലതിന്റെ ജോലികളെ ദൈവം ഉയർത്താൻ പോകുക. അമേൻ, അമേൻ. വീടില്ലാത്ത ചിലതിന് വീട് പണി നടക്കാൻ പോകുക. വിശ്വസിച്ച കേട്ടോ, നീ ഓടിപ്പോകുന്ന വർഷമല്ല, മറിച്ച് നീ സെറ്റിലാകുന്ന വർഷമാ. ഷബാര വൈഷമന. ചിലതൊക്കെ അലച്ചലുകളാ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാട്ട് കേട്ടോ, അലച്ചലുകൾ അറിയുന്ന ദൈവം. അത് കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ കുറെ അലഞ്ഞതാ, പക്ഷെ ഇപ്പൊ സമാധാനമാ. സ്തോത്ര. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് ദൂത് പറയുന്നു, നീ അലഞ്ഞു പോകുന്നെങ്കിൽ മോശേ കൊട്ടാരത്തിന്റെ അകത്ത് നീ. അപ്പോൾ മോശ ചിന്തിച്ചാണ്, വേണ്ടായിരുന്നു. എന്നാ? സ്തോത്രം. വേണ്ടായിരുന്നു യേശുവിന്റെ നാമത്തിൽ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നെങ്കിൽ ഉടരാ റകൽക്കമാന അതൽ കമനകത്തൽ കബാര ശംദല വൈഷേ റകല. വേണ്ടായിരുന്നു. ഈ സുവിശേഷം പറയണ്ടായിരുന്നു, മീറ്റിംഗ് ആരംഭിക്കണ്ടായിരുന്നു, മറ്റുള്ളവരെ സ്തോത്രം ദൈവത്തിന് വേണ്ടി ഉത്സാഹിപ്പിക്കണ്ടായിരുന്നു എന്നൊക്കെ നീ ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദൂത് പറയുക, നിന്റെ ജീവിതത്തിൽ ദൈവാത്മാവിന്റെ വിടുതലുകൾക്ക് വേണ്ടി നീ തയ്യാറായിക്കോ. ദൈവാത്മാവിന്റെ വിടുതലക്ക് വേണ്ടി നീ തയ്യാറായിക്കോ. പരിശുദ്ധാത്മാവ് ദിവസങ്ങളിൽ നിന്റെ അവസ്ഥകൾക്ക് ഒരു വ്യത്യാസം വരുത്താൻ പോകുന്നു. ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ, വേണ്ടായിരുന്നു. ഉടര അറകൽക്കമാന. വേണ്ടായിരുന്നു. ദൈവവേല ചെയ്യണ്ടായിരുന്നു. ആർക്കെ ചിന്തിക്കുന്നില്ലേ? സ്തോത്രം. ദൈവവേല ചെയ്യണ്ടായിരുന്നു, സുവിശേഷം പ്രസംഗിക്കണ്ടായിരുന്നു, ജീവിതത്തിൽ സ്തോത്രം ഇങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ പരിശുദ്ധമാവ് ദൂത് പറയുന്നു, ഇല്ല. എന്തിനാണെന്നറിയാമോ? സ്തോത്രം. നിന്നെ ദൈവം വലിയൊരു സംഭവമാക്കി മാറ്റാൻ പോകുന്നു. നിന്നെ ദൈവം വലിയൊരു സംഭവമാക്കി മാറ്റാൻ പോകുന്നു. നമുക്ക് വായിക്കാം 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യം. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യം ഒന്ന് വായിക്കാം. ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം
അന്യായമായി കഷ്ടവും ദുഃഖവും അബ്ദിയെ സഹിച്ചാൽ വിളിക്കുന്നു. അത് പ്രസാദമാകുന്നു. ഓക്കെ, ഇനി 23 വാക്യം വായിച്ചാറ്. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്രേ ചെയ്തത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, സ്തോത്രം, 1 പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് വളരെ വ്യക്തമായി പറയുന്നു, തന്നെ ശകാരിച്ചിട്ട് തിരികെ ശകാരിക്കാതെ, സ്തോത്രം, തന്നെ ശകാരിച്ചിട്ട് തിരികെ ശകാരിക്കാതെയും തന്നെ നിന്ദിച്ചിട്ട് തിരികെ നിന്ദിക്കാതെയും ന്യായമായി കാര്യം ചെയ്യുന്നവന്റെ കയ്യിൽ ബലമേൽപ്പിക്കുക. മനസ്സിലായില്ല? ഇന്ന് നീ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നിന്റെ ശുശ്രൂഷകളെ വെല്ലുവിളിക്കുന്നവരുണ്ട്. ആമേൻ. മിണ്ടാതെ ദൈവത്തിന്റെ കടത്തി കൊടുത്തോണം കേട്ടോ. ആമേൻ. തിരിച്ചൊന്നും പറയാൻ പോണ്ട. നിനക്കെതിരെ ഗൂഢാലോചന ചെയ്യുന്നവരുണ്ട്. അവരോട് തിരിച്ച് നീ അടുത്ത ഗ്രൂപ്പ് ഉണ്ടാക്കണ്ട, ദൈവസന്നിധി മുട്ടുമടക്കാൻ തയ്യാറായിക്കോ. സ്തോത്രം. പത്രോസ് പറയുക, ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം അന്യായമായ കഷ്ടതകൾ, അന്യായമായ ദുഃഖങ്ങൾ സഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരൊക്കെ ദൈവാത്മാവ് ദൂത് പറയുകയാണ്, അന്യായം നിനക്കെതിരെ വെളിപ്പെടുമ്പോൾ, അന്യായം നിനക്കെതിരെ ഉയർന്നു വരുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ അതിന്റെ മധ്യത്തിൽ നിന്റെ സിറ്റുവേഷൻ ദൈവം മാറ്റാൻ പോകുക. നിന്റെ ജോലിയിൽ അന്യായമാണോ? നിന്റെ കുടുംബത്തിൽ അന്യായമാണോ? മോശേ, ദൈവാത്മാവ് പറയുക, ചില അന്യായങ്ങൾ മാറ്റുവാൻ നിന്നെ ദൈവം ലീഡറാക്കാൻ പോകുക. ചിലത് പറയാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല, അവൻ സത്യം, നീ ഒന്നും ചെയ്തിട്ടില്ല. സ്തോത്രം. എന്നാൽ ബൈബിൾ പറയുന്നു, യോബിന്റെ ജീവിതത്തിൽ അവന് നഷ്ടപ്പെട്ട മക്കളെക്കാൾ സൗന്ദര്യമുള്ള മക്കളെ പിന്നെ കൊടുത്തെന്ന്. ആ ലോകത്തിൽ, സ്തോത്രം, അവന്റെ മക്കളെ പോലെ സൗന്ദര്യമുള്ളവർ പിന്നെ ഉണ്ടായിട്ടില്ലെന്ന്. ശലോമോന് ദൈവം ധനം കൊടുത്തു, അതുപോലെയുള്ള ഒരു രാജാവ് അതിന് മുന്നോ അതിന് പിന്നെ ഉണ്ടായിട്ടില്ല. ശലോമോന് ദൈവം ജ്ഞാനം കൊടുത്തു, അതിന് മുന്നും അതിന് പിന്നെ ഉണ്ടായിട്ടില്ല. ഇസഹാക്കിനെ ദൈവം അനുഗ്രഹിച്ചു. സ്തോത്രം. ഇസഹാക്ക് നട്ടപ്പോൾ വിതച്ചത് 100 മേനിയായിരുന്നു. രാജാവിന് അസൂയ തോന്നി. അതാണ് ദൈവകൃപ. അടുത്ത ദൈവാത്മാ ദൂത് പറയുക, നിനക്ക് അന്യായം ഇന്ന് നേരിടുന്നെങ്കിൽ നാളെ നീ 100 മേനി കൊയ്യാൻ പോകുക. ഉടരാ ശബ്ദല ഇയ്യോബേ, കഷ്ടത നേരിടുന്നെങ്കിൽ നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഈ കഷ്ടതയുടെ അപ്പുറത്ത് എനിക്കൊരു വിടുതലുണ്ട്. ഇതെനിക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാ. ആരോടൊക്കെ ദൈവാത്മാ ദൂത് പറയുക, ഈ മീറ്റിംഗ് വിട്ട് നീ എഴുന്നേൽക്കുമ്പോൾ ചില വിടുതലുകളുമായി എഴുന്നേക്കാൻ പോകുക. ദൈവാത്മാ ചിലരോട് പ്രവചിച്ചു കൊണ്ട് പറയുന്നു, ഈ ദിവസങ്ങളിൽ ചിലതിന്റെ ഭാവിയെ ദൈവം തുറക്കാൻ പോകുന്നു. ആമേൻ. ഇന്ന് ഈ ഒരു 10 മിനിറ്റ് മുമ്പ് എനിക്കൊരു മെസ്സേജ് വന്നു കേട്ടോ. അവരുടെ മകൾ പഠിക്കാനായി യുണൈറ്റഡ് കിങ്ഡം UK പോയതാ. ആ പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ, സ്തോത്രം, പൈസയിൽ പണം ട്രാൻസ്ഫർ സംബന്ധിച്ച് എന്തോ വിഷയം വന്നു. അങ്ങനെ അവളെ എമിഗ്രേഷൻ, അവിടുത്തെ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തെന്നാ കേട്ടത്. 21 വയസ്സുള്ള പെൺകുട്ടിയാ. അപ്പൻ വളരെ ദുഃഖത്തോടെ കരഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്ന ഒരു മെസ്സേജിന്റെ വോയിസ് മെസ്സേജിനെ കിട്ടി. സ്തോത്ര, കുരുക്കുകൾ, അമേൻ, നിന്റെ വാഗ്ദത്തങ്ങൾക്കെതിരെ കുരുക്കുകൾ ഏറെ പ്രതീക്ഷകളോടെയാണ് UK അയച്ചത്. പക്ഷേ സ്തോത്രം, അവിടെ എന്നാ സംഭവിച്ചെന്നറിയാമോ? അവിടുത്തെ എമിഗ്രേഷന്റെ അകത്ത് അവൾ കുടുങ്ങിയിരിക്കുക. സ്തോത്രം. അവ പ്രാർത്ഥന അന്വേഷിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മളെ കുരുക്കി കളയുവാൻ, നമുക്കതിനുള്ള വെല്ലുവിളികൾ, നിന്നെ ഓടിച്ചു വിടുവാൻ, നീ നന്മ പ്രാപിക്കാതിരിക്കേണ്ടതിന് നിന്റെ ഭാവിയോട് വെല്ലുവിളിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ യേശുവിന്റെ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് ക്യാൻസൽ ചെയ്യുകയാ. യേശുവിന്റെ നാമത്തിൽ ആ ശൈല ജോഷി എന്ന് പറയുന്ന പ്രിയ സിസ്റ്ററോട് ദൈവത്തിന്റെ ആത്മാ സംസാരിക്കുകയാ. ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിലും, സ്തോത്രം, ചില നിന്ദകളെല്ലാം ഉരുണ്ടുമാറാൻ പോകുക. ഉടരാ ജഗൽക്കമാന. യേശുവിന്റെ പരിമള തൈലം പൂശേണ്ടതിന് 2 സിസ്റ്റേഴ്സ് കല്ലറ കാണാൻ പോയപ്പോൾ, സ്തോത്രം, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ചില മണ്ഡലങ്ങൾക്കകത്ത് അവരവിടെ എത്തുമ്പോൾ കണ്ട വെളിപ്പാടും കാഴ്ചയും ഇപ്രകാരമായിരുന്നു. ആരും കാണാത്ത ചില വെളിപ്പാടുകൾ. കല്ലറ ഉരുണ്ടുമാറിയിരിക്കുന്നു. ഉടര വൈഡമന ശബ്ദലാരകനം.
കല്ലറയിൽ സ്തോത്രം പരിമള തൈലം പൂശുവാൻ, മരിച്ചവന്റെ ശവമടക്ക് നടത്തേണ്ടതിന് പോയവർ കണ്ടത് ഉയർപ്പിന്റെ ശക്തിയാ. ദൈവാത്മാവ് ദൂത് പറയുന്നു, ഓ ചില ഉയർപ്പിന്റെ സമയമാ. ഓ നിങ്ങൾ പ്രതീക്ഷിച്ചതിന്റെ അപ്പുറത്ത്, നിങ്ങളുടെ ബുദ്ധിക്ക് ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തുള്ള വിടുതലുകൾ ദൈവാത്മാവ് നിങ്ങളുടെ കുടുംബത്തെ ചെയ്യാൻ പോകുക. ഭാവി സംബന്ധമായുള്ള ചില സ്ട്രഗിളുകളെല്ലാം മാറിപ്പോകും. ഓ ദൈവാത്മാവ് പറയുന്നു സ്തോത്രം, ചില വ്യക്തികളെ ചില സ്ഥലങ്ങളിലോട്ട് അയക്കുന്നത് പോലെ ദൈവം ഈ ദിവസങ്ങളിൽ പരാജയപ്പെട്ട മേഖലകൾക്കകത്ത് ചില എഴുന്നേൽപ്പുകൾ ചില വ്യക്തികളെ വെളിപ്പെടെ ദൈവാത്മാവിനെ കാണുക. ഉടാമന വൈഷമന അവസാന സമയത്തെന്ന പോലെ ചില വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരാൻ പോകുക. ലാസ്റ്റ് സ്റ്റേജ് ദൈവാത്മ പറയുന്നു, ആ ലാസ്റ്റ് സ്റ്റേജ് അല്ല, അത് ചില ആരംഭങ്ങളാണ്, ചില പുതിയ ആരംഭങ്ങൾ. ഉടര മന റകൽക്കമാന, ചില കൂട്ടായ്മകൾ, ചില വിടുതലുകളെല്ലാം നിങ്ങളെ കൂടെ ദൈവം ചെയ്തെടുക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് ദിവസങ്ങൾ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. ഓ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തെ ചില വിടുതൽ അയക്കാൻ പോകുക. ആമേൻ, സ്തോത്രം. ഇവിടെ നമുക്ക് വചനത്തോട് മടങ്ങി വരാം. ഇവിടെ പറയുന്നു, ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം. ആമേൻ. ഞാൻ എന്ന് ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയോ അന്ന് മുതൽ പോരാട്ടമാ. ആമേൻ. ദൈവത്തെ സേവിച്ചില്ലായിരുന്നെങ്കിൽ പോരാട്ടമില്ല, ജീവിതത്തിൽ ഉയർച്ചയുമില്ല. ദൈവത്തെ സേവിച്ചാൽ പോരാട്ടമുണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു വിടുതല ഉയർച്ചയുണ്ട്. മനസ്സിലായവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പോയി കളയാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നോ? സ്തോത്രം. എനിക്കൊരു സഹോദരൻ അറിയാൻ കേട്ടോ, അത് എപ്പോൾ സ്നാനപ്പെട്ടോ അന്ന് തുടങ്ങിയ പ്രശ്നമാ. സ്തോത്രം. എപ്പോൾ സ്നാനപ്പെട്ടോ അന്ന് തുടങ്ങിയ പ്രശ്നമാ. സ്നാനപ്പെടുന്നതിന് മുമ്പ് അടിച്ചു പൊളിച്ച് നടന്നതാ. യേശുവിനെ സേവിക്കാൻ ഇറങ്ങി അന്ന് വെല്ലുവിളി തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടതിന്റെ കുറ്റത്തിന്, ദൈവത്തെ സേവിച്ചതിന്റെ കുറ്റത്തിന് രാത്രി ആമൽക്കാലത്ത് ആരല്ലോ കണ്ണുനീരോടുകൂടി ഇരിക്കുന്ന ദൈവാത്മാവിനെ കാണിക്കുകയാ. ഇന്ന് രാത്രി നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണുനീരിന്റെ അനുഭവമല്ല കേട്ടോ, കണ്ണുനീരിൽ നിന്നും അടുത്ത ലെവലിലോട്ട് നിങ്ങൾ കയറാൻ പോകുക. സ്തോത്രം. ആദ്യത്തെ ചോദ്യം എന്താണെന്നറിയാമോ? നിന്നെ പ്രഭു ന്യായാധിപതിയുമാക്കിയവനാർ? അതാണ് ഒന്നാമത്തെ ചോദ്യം. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം സ്തോത്രം 9-ാം വാക്യം ഒന്ന് വായിക്കാവോ? 1 പത്രോസ് 2:9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ പോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. അവര് ചോദിച്ച ഒരു ചോദ്യം, നീ ആരുടെ പ്രഭുവാണോ? നമ്മൾ അതുക്ക് മേലെയാ. ആദ്യത്തെ ചോദ്യം, നീ പ്രഭുവാണോന്ന് അല്ലേ? നീ ചോദിച്ച നീ ആരാ, ഞാൻ ആരാന്നുള്ള മറുപടിയാണ് പത്രോസ് പറയുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും അവൻ രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും. എന്നാ റേഞ്ചാന്നറിയാവോ? സ്തോത്രം. ഡയാന രാജകുമാരിയോ എലിസബത്ത് രാജകുമാരിയോ അല്ല കേട്ടോ, ദൈവത്തിന്റെ മുൻപിലെ രാജാക്കന്മാർ നമ്മളാ. ഓ സ്തോത്രം, സ്തോത്രം. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ട്രംപിന് കിട്ടുന്നതിനേക്കാൾ പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒറ്റ കൂട്ടമേ ഈ ലോകത്തുള്ളൂ, അത് നമ്മളാ. മനസ്സിലാവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ട്രംപ് വരുമ്പോൾ സ്തോത്രം അദ്ദേഹത്തിന്റെ സ്വന്തം വിമാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സുഖ സൗകര്യങ്ങളോടെ പട്ടാളക്കാരോടുകൂടെ വരും. പക്ഷേ ചീറ്റിപ്പോയാൽ താഴെ പോയി. പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ ദൈവത്തിനൊന്നും ചീറ്റിപ്പോകത്തില്ല. ഓ സ്തോത്രം. ദൂതസഞ്ചിയുമായി എനിക്ക് ചുറ്റും ഊരിപ്പിടിച്ച വാളുമായി വലിയ ദൂതന്മാരുടെ സംഘം കൂടെയുണ്ട്. ആര് വിചാരിച്ചാലും എന്നെ തകർക്കാൻ പറ്റാത്തൊരു ദൈവ സാന്നിധ്യം, എന്നെ ഒതുക്കാൻ പറ്റ ദൈവകൃപ എൻ്റെ മേലെ വെളിപ്പെട്ടിരിക്കുക. ഒരു പ്രവാചക ശിഷ്യന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, കർത്താവ് ഇവന്റെ കണ്ണ് തുറക്കണമേ. കണ്ണ് തുറന്നപ്പോൾ അവൻ കണ്ടത് ചുറ്റും ഇറങ്ങിയിരിക്കുന്ന അഗ്നിമയ രഥങ്ങളും അഗ്നി അശ്വങ്ങളും. ഇന്ന് രാത്രിക്കാലം ദൈവാത്മ പറയുക, നിന്റെ കണ്ണ് തുറന്നാൽ ആമേൻ, ട്രംപിന് കിട്ടുന്നതിനേക്കാളും എലിസബത്ത് രാത്രിക്ക് കിട്ടുന്നതിനേക്കാളും വലിയ പ്രൊട്ടക്ഷൻ ഉള്ള രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും. മോശയോട് ചോദിച്ചു, നീ ആരാ പ്രഭുവോ? മോശ, ഞാൻ പറയുന്നു, ഞാൻ അതിനേക്കാൾ മുകളിലാ. ഓ എന്റെ സ്ഥാനം അതിനേക്കാൾ മുകളിലാ. ഇന്ന് പകൽക്കാലം ദൈവിക വിളിയുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം. നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മറുപടി ഉണ്ട് കേട്ടോ. ചോദിക്കുന്നവരോട് മാറി നിൽക്കാൻ പറ. എന്റെ വാതിൽ തുറക്കാൻ പോകുക. ഒരിക്കൽ പത്രോസിനെ കാരാഗൃഹത്തിനകത്തിട്ടു. വീട്ടിലെ അപ്പനും അമ്മ അവന്റെ റേഷൻ കാർഡിൽ നിന്ന് അവന്റെ പേരും വെട്ടി. ഇനി വെളി വരത്തില്ല. ആധാർ കാർഡ് സ്തോത്രം ക്യാൻസൽ ചെയ്തു.
കാരണം എന്താ? നാളെ രാവിലെ തൂക്കിലേറ്റുകയാ. സ്തോത്രം. അതാണ് വിധി. പക്ഷെ അന്ന് രാത്രി ദൂതനിറങ്ങി, പരിശുദ്ധ ദൂത് പറയുക, വാഗ്ദത്തം തീരാതെ, ഓ നിന്നെ തൂക്കാൻ പറ്റാവുന്ന ഒരു കയറി ലോകത്തില്ലെന്ന്. അങ്ങനെ ഒരു കയറി ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. വാഗ്ദത്തം തീരാതെ കാരാഗ്രഹത്തിന്റെ അകത്ത് തീരത്തില്ല. ഏതെല്ലാം കാരാഗ്രഹം പണിതാലും അതിന്റെ അകത്തു നിന്നും നിന്നെ വെളിയിൽ കൊണ്ടുവരുന്ന ദൈവപ്രവർത്തിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. മോശേ, വിളി തീരാത്തത് കൊണ്ട്, വാഗ്ദത്തം തീരാത്തത് കൊണ്ട് നീ വെളി വരും എന്നുള്ളത് 100 തരം ഉറപ്പാ. കാര്യം നീ വിളിക്കപ്പെട്ടവനാ. സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധമോ പ്രതീക്ഷ നഷ്ടപ്പെട്ട ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആമേൻ. എൻ്റെ അനുഭവസാക്ഷിയൊക്കെ ഒരുപാട് പറയാനുണ്ട് കേട്ടോ. പക്ഷേ സമയമില്ലാത്തത് കൊണ്ട്, സ്തോത്രം, മെസ്സേജ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പ്രതീക്ഷ നഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു ഞാൻ. സ്തോത്രം. എന്നാൽ ഒരു പ്രവാചകൻ വന്നേച്ച് പറഞ്ഞു, സ്തോത്രം, ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. സ്തോത്രം. ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കുറെ കാലം ഇങ്ങനെ ഇരിക്കുമ്പം ആളുകൾ പറയും അവൻ രക്ഷപ്പെടത്തില്ലെന്ന് ഇങ്ങനെ പറയും. ഇപ്പൊ നമുക്ക് തോന്നും നമ്മൾ രക്ഷപ്പെടത്തില്ലെന്ന്. പെട്ടെന്ന് ഒരു ദിവസം കാരാഗ്രഹത്തിന് മുമ്പിൽ ഒരു മുട്ട് കേൾക്കും. അത് ദൂതന്റെ മുട്ട. ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോൾ പ്രതീക്ഷയോടെ നിൽക്കുന്നവനൊക്കെയും ഒറ്റ വാക്കി പറഞ്ഞാൽ ലജ്ജിച്ച് തലതാഴ്ത്തുമ്പോൾ പ്രതീക്ഷയില്ലാത്ത വാഗ്ദത്തമുള്ള നീ, സ്തോത്രം, അടുത്ത ലെവലിലോട്ട് കയറും. ദൈവം ദൂത് പറയുക, നീ അടുത്ത ലെവലിലോട്ട് കയറാൻ പോകുക. ഇനി ഒരിക്കലും മോശം മടങ്ങി വരത്തില്ല. അവന്റെ 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 ശുശ്രൂഷകൾക്കെതിരെ വെല്ലുവിളികൾ നിമിത്തം മോശ ഓടിപ്പോയെങ്കിൽ ഇതാ ബൈബിൾ പറയുന്നു, ഞാൻ മടങ്ങി വരാൻ പോകുക. 2026 എന്നെ മടക്കി കൊണ്ടുവരുന്ന വർഷമാ. സ്തോത്രം. അടുത്തൊരു വാക്യം വായിക്കണം കേട്ടോ. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യം. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യം. യഹോവ മോശയോട് അരുളി ചെയ്തത്, നോക്കൂ, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. ആമേൻ. നിന്റെ സഹോദരൻ അഹരോൻ നിനക്ക് പ്രവാചകനായിരിക്കും. ഇവിടെ കാണാൻ സാധിക്കുന്നു, പ്രാർത്ഥനാ റൂമിൽ മുട്ടുമടക്കിയപ്പോൾ പ്രതിസന്ധിയുടെ നടുവിൽ മോശയോട് ദൈവാത്മാവ് സംസാരിച്ചെന്തെന്നറിയാമോ? മോശേ, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. സ്തോത്രം. മനസ്സിലായില്ല? ഇനി ആ രാജ്യം ഭരിക്കുന്നത് ഫറവോനല്ല, നീയാ. ആ രാജ്യം നിന്റെ കയ്യിലാ. സ്തോത്രം. മനസ്സിലായവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ആ രാജ്യത്തിൽ നീ ഇനി, സ്തോത്രം, കൈ വീശുമ്പോൾ, നിന്റെ വടി നിലത്തിടുമ്പോൾ നിന്റെ വടി പാമ്പായി മാറും. ഓ, ഇനി ഫറവോന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നേ അടുക്ക് ദൈവാത്മാവ് സംസാരിക്കുക. നിന്നെ ചില സ്ഥലങ്ങളിലോട്ട് ദൈവം അയച്ചാൽ അതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നീ ഓടിയതല്ല, നിന്നെ ഓടിച്ചതുമല്ല, ദൈവം നിന്നെ കൊണ്ടുവന്നതാ. ദൈവാത്മാവ് ദൂത് പറയുന്നു, നിന്നെ ഒന്ന് ഉയർത്തേണ്ടതിന് ദൈവം നിന്നെ ചില സ്ഥലങ്ങളിൽ സെറ്റിലാക്കാൻ പോകുക. ഓ, ചില ഫറവോന്റെ അടിസ്ഥാനങ്ങൾക്ക് ഇളക്കം തട്ടിക്കുവാൻ 2026 ദൈവാത്മാവ് ചിലരുടെ ദൂത് പറയുക. ചില ഫറവോന്റെ അടിസ്ഥാനങ്ങൾ ഇളക്കുന്ന അഭിഷേകം വെളിപ്പെടുമെന്ന്. ഉടരാ ഹസ്തരാ ജഗൽക്കമാന. മോശേ, നിന്നെ മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ഫറവോന് മനസ്സിലായിട്ടുണ്ട്. നീ ഒരു തലവേദനയാ. നീ ചിലർക്കൊരു തലവേദനയായി മാറാൻ പോകുക. ഓ, നിന്റെ ശുശ്രൂഷകൾ, ഓ നിന്റെ പ്രാർത്ഥന, നിന്റെ പ്രവചനം ചിലതിന്റെ അടിസ്ഥാനങ്ങൾ അളക്കാൻ പോകുക. ഉടേ മന രകൽക്കമാന റമന ജഗല രകൽക്കമാന. സ്തോത്രം. ഒരു വടിയും പിടിച്ചുകൊണ്ട് സഹോദരൻ അഹരോനുമായിട്ട് വരുമ്പോൾ കൊട്ടാരത്തിന്റെ അകത്ത് രാജാവായ ഫറവോൻ പേടിച്ച് വരക്കും. ദൈവാത്മാവ് ദൂത് പറയുക, ചിലത് പേടിക്കാൻ പോകുക. നിന്റെ വാഗ്ദത്തത്തിന്റെ മുമ്പിൽ, നിന്റെ അകത്ത് വെളിപ്പെട്ട് വരുന്ന അഭിഷേകത്തിന്റെ മുന്നിൽ ചിലത് പേടിക്കുന്ന സമയങ്ങൾ വരാൻ പോകുക. ഉടാമന രകൽക്കമാന. ഒരു രാജ്യത്തിന് വെല്ലുവിളി, ഒരു ഭരണകൂടത്തിന് വെല്ലുവിളി, രാജാക്കന്മാർക്ക് തലവേദന. അതാണ് ദൈവജനം. വെറും 2% പോലും ഇല്ലാത്ത ക്രിസ്ത്യാനികളെ ഒതുക്കുവാൻ ഭരണകൂടങ്ങൾ ശ്രമിക്കുന്നതിന്റെ കാരണം എന്താ അറിയാമോ? അവർക്ക് പേടിയാ. ബാക്കി 98% പിടിപ്പാൻ വലിയ സമയമൊന്നുമില്ല. ദൈവന്മാർ ദൂത് പറയുന്നു, ആ കൊട്ടാരം മാത്രമല്ല, ആ നാട്ടിലെ സകലെണ്ണത്തെയും കൊണ്ട് മോശേ നീ പുറപ്പെടാൻ സമയമെടുത്തു. ദൈവാത്മാവ് ദൂത് പറയുക, നിന്നെ അവിടെ അയച്ചത് എന്തിനാണെന്നറിയാമോ? ഒരു ചെറിയ ശുശ്രൂഷ ചെയ്യാനല്ല, ചെറിയൊരു വിടുതലിനല്ല, ആ രാജ്യത്തെ ഇളക്കുന്ന ഉണർവ് നടക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ എങ്ങനെ നടക്കും? സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാലത്രേ. നിന്റെ പഠിപ്പല്ല, നിന്റെ കഴിവല്ല, നിന്റെ കോണ്ടാക്ട് അല്ല, നിന്റെ അക്കൗണ്ടിലെ പൈസയല്ല,
മറിച്ച് അഭിഷേകം. ദൈവാത്മാവ് ദൂത് പറയുക, നിന്റെ അകത്തുള്ള വിളി അതിദിവസങ്ങൾ വെളിപ്പെട്ട് വരാൻ പോകുക. യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു. ഒരിക്കൽ റൈനാഡ് ബോങ്കെ എന്ന് പറഞ്ഞ ദൈവദാസൻ, ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ദൈവത്തിന്റെ ഭൃത്യൻ, അദ്ദേഹത്തിന്റെ യൗവന പ്രായത്തിൽ അദ്ദേഹം ഒരു മീറ്റിംഗ് ക്രമീകരിച്ചു. അന്ന് ലോകത്തിൽ തന്നെ അറിയപ്പെട്ടിരിക്കുന്ന ഒരു ദൈവദാസനെ ഒരു കൺവെൻഷൻ ക്രമീകരിച്ചിട്ട് ആ മീറ്റിംഗിൽ പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിച്ചു. അന്ന് അദ്ദേഹത്തിന് 18 വയസ്സേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. 18 വയസ്സിന്റെ ഓർമ്മയിൽ നിന്ന് പറയുക. ആ മീറ്റിംഗിൽ പ്രസംഗിക്കേണ്ടത് അദ്ദേഹത്തെ വിളിച്ചു. മീറ്റിംഗിന്റെ സമയമായപ്പോൾ അദ്ദേഹത്തെ കൂട്ടാൻ വേണ്ടി അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ പോയപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ മീറ്റിങ്ങിന് വരത്തില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം പ്രസിദ്ധനാണ്. അദ്ദേഹത്തിന്റെ പോസ്റ്ററൊക്കെ അടിച്ച് ദേശം മുഴുവൻ ഒട്ടിച്ചിരിക്കുക. ഇത് കണ്ടിട്ട് വലിയൊരു ജനക്കൂട്ടം വന്നിരിക്കുക. ഉദാഹരണത്തിന് 7 മണിക്ക് തുടങ്ങേണ്ട മീറ്റിംഗ് 6:15 ബോങ്കെ കൂട്ടാൻ പോയി. സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, ദൈവാത്മാവ് പറയുന്നു നീ ആ മീറ്റിങ്ങിന് പോകരുതെന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പെട്ടെടുത്ത് നാട്ടിലോട്ട് പോവുക. ബോങ്കെ പറഞ്ഞു, ദൈവദാസനെ സ്തോത്രം, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? പ്രസംഗിക്കാൻ വേറെ ആളില്ല, വന്ന ജനമെല്ലാം എന്നാ ചെയ്യും? അദ്ദേഹം അതൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം മീറ്റിങ്ങിൽ നിന്ന് പോകാൻ റെഡിയായി. ഉടനെ ബോങ്ക നിരാശയോടുകൂടെ ആ മീറ്റിങ്ങിന് പോയപ്പോൾ പരിശുദ്ധലമ ബോങ്കയോട് പറഞ്ഞു, ഇന്ന് നിന്റെ ആദ്യത്തെ മീറ്റിംഗാ. അതുവരെയും ഒറ്റ സ്റ്റേജ് കിട്ടാതിരുന്ന ബോങ്കെ ആളില്ലാത്തത് കൊണ്ട് സ്റ്റേജിൽ കയറി. സ്തോത്രം. അദ്ദേഹം പ്രസംഗം ആരംഭിച്ചപ്പോൾ കൈകൾ വളഞ്ഞ്, സ്തോത്രം, ശരീരം ചുരുണ്ട് കിടക്കുന്ന ഒരു കുഞ്ഞിനെ, നടക്കാൻ വയ്യാത്ത ഒരു കുഞ്ഞിനെ അവിടെ പ്രാർത്ഥന കൊണ്ടുവന്നായിരുന്നു. പരിശുദ്ധമ രംഗം ഏറ്റെടുത്തു. ബോങ്കെ പറഞ്ഞു, ആ കുഞ്ഞിനെ മുന്നോട്ട് കൊണ്ടുപോവാ, ഞാൻ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആയിരക്കണക്കിന് ജനങ്ങൾക്കാണെങ്കിൽ ആ കുഞ്ഞിന്റെ വളഞ്ഞ കൈയും കാലുകളും എല്ലാം നിവർന്നു വന്നു. കുഞ്ഞു നടക്കാൻ ആരംഭിച്ചു. സ്തോത്രം. ജനവിളകി. ആദ്യത്തെ മീറ്റിംഗ് ആണ്. ആ ദൈവദാസനോട് പറഞ്ഞു, മീറ്റിങ്ങിൽ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ പറഞ്ഞു വിട്ടിട്ട് ബോങ്കയുടെ ജൈത്രയാത്ര ആരംഭിച്ചു. ഉഡരാ ശംദല രകൽക്കമാന. ആഫ്രിക്കന്റെ മണ്ണിനെ ഇളക്കി മറിക്കുന്ന ശുശ്രൂഷ. അടുക്ക ദൈവാത്മ പറയുക, നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തിന്റെ അപ്പുറത്ത് നീ ചിന്തിക്കാത്ത മണ്ഡലങ്ങളിൽ നിന്റെ വാതിൽ തുറക്കാൻ പോകുക. ഉഡാ മന ശബാര. സ്തോത്രം. നീ പ്രതീക്ഷിക്കാത്ത മണ്ഡലത്തിൽ ചില ഫിനാൻസ് ഒരുങ്ങി വരാൻ പോകുക. ഒരിക്കലും നിനക്ക് പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ മോശേ നിന്റെ വിളി വെളിപ്പെട്ട് വരാൻ പോകുക. അന്ന് മുതൽ ബോങ്കയ്ക്ക് തീരാത്ത മീറ്റിംഗ്. ആഫ്രിക്ക എന്ന ഇരവുണ്ട ഭൂഖണ്ഡത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം അടുപ്പിക്കാൻ ദൈവം ഉപയോഗിച്ച അസാമാന്യ മനുഷ്യൻ. സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഇന്ന് ദൈവാത്മാവ് ദൂത് പറയുക, ചിലതിനൊക്കെ ദൈവം ഉപയോഗിക്കാൻ പോകുക. എത്ര പേർ വിശ്വസിക്കുന്നു? ചിലതിനൊക്കെ ദൈവം ഉപയോഗിക്കാൻ പോകുക. നിന്റെ യോഗ്യതകൾക്ക് അപ്പുറത്ത് ചിലതിനെയൊക്കെ ടിക്കറ്റ് കൊടുത്ത് ദൈവം പറഞ്ഞയക്കും. എന്നിട്ട് നിന്റെ ടിക്കറ്റിലേക്ക് നിനക്ക് പുതിയ ടിക്കറ്റ് തരാൻ പോകുക. സ്തോത്രം. നിന്റെ ജീവിതത്തിൽ അടുത്ത ലെവലിലോട്ട് ദൈവാത്മാവ് പറയുക, ചിലതിന്റെ സാമ്പത്തിക മേഖല പണിയാൻ പോകുന്നു. ഇന്ന് പലക്കൽ ആരൊക്കെ ദുഃഖത്തോട് കയറി വന്നിട്ടുണ്ടല്ലേ? ഈ വർഷം ചിലതിന് ഭയങ്കര ബ്ലെസ്സിങ് വെളിപ്പെടാൻ പോകുക. ആമേൻ. ഭയങ്കര ബ്ലെസ്സിങ്. 2025 ഓടിയ കാലമായിരുന്നു. 24 കരഞ്ഞ കാലമായിരുന്നു. 23 വീണ് കിടന്ന കാലമായിരുന്നു. 26 എഴുന്നേക്കുന്ന സമയമാ. ദൈവന്മാർ ദൂത് പറയുക, 26 എഴുന്നേക്കുന്ന സമയമാ. ഈ മീറ്റിംഗിൽ കയറിയ പലതും ദൈവാത്മാവിനാൽ എഴുന്നേൽപ്പിലോട്ട് വരാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ പണിതെടുക്കുന്ന സമയമാ. സ്തോത്രം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ ആത്മീയ കൃപാവരങ്ങളും ആത്മമണ്ഡലങ്ങളും നമുക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ലോകത്തിന് അത് മനസ്സിലാകത്തില്ല. അത് പറഞ്ഞാൽ അവർ തലയിൽ കയറത്തുമില്ല. സ്തോത്രം. മത്തായി സുവിശേഷം 10-ാം അധ്യായം 19 വാക്യം വായിക്കാമോ? മത്തായി സുവിശേഷം 16-ാം അധ്യായം 19 വാക്യം. മത്തായി 16:19. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ കെട്ടഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴുതിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. കണ്ടാൽ മുക്കുവനാണ് കേട്ടോ. മനസ്സിലായില്ല? മോശയെ പോലെ തന്നെയാ. സ്തോത്രം. യോഗ്യത ഉണ്ടായിട്ട് കയറിയതല്ല, യോഗ്യനാക്കി കയറ്റിയതാ. അതുകൊണ്ടാണ് ഈ വെല്ലുവിളി. കൊട്ടാരത്തിന്റെ അകത്ത് ജനിച്ചവനായിരുന്നു മോശയെങ്കിൽ മോശ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പത്രോസ്
സ്തോത്രം. നല്ല യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിയും പഠിച്ച് ഇറങ്ങി വന്നിരുന്നെങ്കിൽ പത്രോസിനും വില കിട്ടിയേനെ. പക്ഷേ ഇന്ന് പകൽക്കാലം ദൈവാത്മാ ദൂത് പറയുക, യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ചില താക്കോലുകൾ നിന്റെ കൈ തരാൻ പോകുക. മനസ്സിലായില്ല? പത്രോസേ, നീ തന്നെ പോകാതെ അത് തുറക്കത്തില്ല. ചിലതിന്റെ കയ്യിൽ സ്തോത്രം ജോലിയുടെ മേഖല ഓപ്പൺ ചെയ്യുന്ന താക്കോലുകൾ, ചിലതിന്റെ കയ്യിൽ ബിസിനസിന്റെ മേഖല ഓപ്പൺ ചെയ്യുന്ന താക്കോലുകൾ, ചിലതിന്റെ ഫിനാൻസ് ഓപ്പൺ ചെയ്യും, ചിലത് ശുശ്രൂഷ മണ്ഡലം ഓപ്പൺ ചെയ്യും. പത്രോസേ, നിന്റെ കയ്യിൽ ഒരു താക്കോലുണ്ട്, അത് നിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അത് ലോകം കാണാൻ പോകുകയാ. ഉഡാ മന ശംദല റഗൽഖമാന, അത് ലോകം കാണാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ പത്രോസേ, സ്തോത്രം. നീ ഒരു മീൻ മടക്കുന്ന മുക്കുവനാണെങ്കിലും, മോശേ സാധാരണ കുടുംബത്തിൽ പകർന്ന എബ്രായനാണെങ്കിലും, നിന്റെ കയ്യിൽ ഒരു താക്കോൽ ഉള്ളതിനാൽ ജാതികളും രാജാക്കന്മാരും നിന്റെ മുമ്പിൽ കീഴടങ്ങാൻ പോകുക. അശാമന റഗൽക്കമാന ജമന, യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു. ചില രാജാക്കന്മാരും ചില ജാതികളും നിന്റെ മുന്നിൽ കീഴടങ്ങുന്ന സമയമാ. ചിലർ പറയാറുണ്ട് അയൽക്കാര് പ്രശ്നമാ. സ്തോത്രം. ഇന്ന് രാത്രി നിന്റെ കയ്യിൽ ഒരു താക്കോൽ ഏൽപ്പിക്കുക. സ്തോത്രം. നിന്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിക്കുക. ചിലതിനെല്ലാം നീ തുറക്കാൻ പോകുക. ചില വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ മാതാവ് ഒരു സ്വപ്നം കണ്ടു. രാത്രി സ്തോത്രം കുറെ താക്കോലുകൾ കൈ ദൈവം കൊടുക്കുന്നത്. രാവിലെ എഴുന്നേറ്റപ്പോൾ ഞങ്ങളോട് പറഞ്ഞു കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഞങ്ങളോട് ഈ കാര്യം പറഞ്ഞു. സ്തോത്രം. ഞങ്ങൾ എത്ര കാര്യമായി ഇടുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ, കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കണ്ട സ്വപ്നങ്ങൾ നടന്നു. ചിലതെല്ലാം ഓപ്പൺ ആകാൻ തുടങ്ങി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവ ആത്മീക മണ്ഡലങ്ങൾ ഓപ്പൺ ചെയ്തു. എനിക്ക് കൃപാവരങ്ങളുടെ മണ്ഡലങ്ങൾ ഓപ്പൺ ചെയ്തു. കൂടാതെ സ്തോത്രം എൻ്റെ കുടുംബത്തിലെ സാമ്പത്തിക മേഖലകൾ ഓപ്പൺ ചെയ്തു. ഇന്ന് രാത്രി ആരുടെയൊക്കെ ദൈവാത്മാ ദൂത് പറയുക, ഇന്ന് രാത്രി ഞാൻ ചിലരുടെ കൈ താക്കോലുകൾ കാണുക. അഡാമന റബൽഖമാന. ആ ജയശ്രീ പുനലൂർ എന്ന് പറയുന്ന ആ സിസ്റ്ററോട് ദൈവാത്മാ ദൂത് പറയുക, നിങ്ങളുടെ കയ്യിൽ ചില താക്കോലുകൾ കാണുക. അമേൻ, അമേൻ, അമേൻ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് സ്തോത്രം ചില രാജ്യങ്ങളോട് ബന്ധപ്പെട്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് ഓപ്പണിങ്ങിലോട്ട് ദൈവം കൊണ്ടുവരാൻ പോകുക. ഉഷാമന വൈഷമന റഗൽക്കമാന. ചില മണ്ഡലങ്ങളെല്ലാം അടഞ്ഞു കിടന്നാലും ഇന്ന് രാത്രി ആ മണ്ഡലങ്ങളെ തുറക്കാനുള്ള ഒരു അധികാരം പരിശുദ്ധ കയ്യിലേൽപ്പിക്കുക. സമാന ബന്ധം വിട്ടുകിടക്കുന്ന സ്തോത്രം കണക്ഷനുകളെല്ലാം നഷ്ടപ്പെട്ടു പോയ മേഖലകൾ, ഇന്ന് രാത്രി ചില കണക്ഷനുകളും ചില ബന്ധങ്ങളുടെ റീസ്റ്റോറേഷനും പരിശുദ്ധമോ ചെയ്യുമെന്ന് പറയുന്നു. ഉഷാമന റഗൽഖമാന റിമന ജഗദ അൽഖമാന വൈഡേ രഗനെ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധമാവ് നിങ്ങൾക്ക് ചില യാത്രകൾ ഒരുക്കാൻ പോകുക. ചില യാത്രകൾ ദൈവം നിങ്ങളുടെ കയ്യിൽ, എസ്തേറിന്റെ കയ്യിൽ തന്നതുപോലുള്ള ചില അധികാരങ്ങൾ, ചില അവകാശങ്ങൾ തന്നിട്ടുണ്ട്. ഈ ദിവസങ്ങൾ നിങ്ങൾ മടിക്കാതെ മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നുവെങ്കിൽ ഈ വർഷം നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ വർഷമായിരിക്കും. ഈ വർഷം നിങ്ങളുടെ മാന്യതയുടെ വർഷമായിരിക്കും. ചില മണ്ഡലങ്ങൾക്കകത്ത് ദൈവം നിങ്ങളെ മാനിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കാൻ പോകുന്നു. ഉഡാമന റഗൽഖമാന ശംദല റഗ അരികശമാന. ഉഡാമന. ഈ ഏപ്രിൽ മാസം നിങ്ങളുടെ ലൈഫിൽ ചില ചലനങ്ങൾ നടക്കാൻ പോകുക. ഏപ്രിൽ മാസം ചില ചലനങ്ങൾ, ഭാവി സംബന്ധമായിരിക്കുന്ന വിടുതലുകൾ ദൈവാത്മാവ് കൽപ്പിക്കുന്നെന്ന് പരിശുദ്ധമാ പറയുന്നു. ഉഡാമന. യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വചനത്തിൽ കൂടെ പറയുന്നത്, പത്രോസേ സ്തോത്രം, നിനക്കിന്ന് വിലയില്ലെങ്കിലും നാളെ നീ തുറക്കുമ്പോൾ ചില തുറക്കപ്പെടും. അമേൻ, അമേൻ, അമേൻ. നീ പ്രാർത്ഥിക്കുമ്പോൾ ചില വിടുതലുകൾ നടക്കും. മുമ്പ് പത്രോസ് സ്തോത്രം പിന്മാറ്റത്ത് പോയവരാ, കാര്യം വിടുതല കിട്ടാഞ്ഞിട്ട്. ഇപ്പോൾ പത്രോസ് നടക്കുമ്പോൾ വഴിയരികിൽ കിടക്കുന്ന രോഗികൾ പത്രോസിന് നിഴലെങ്കിലും കിട്ടിയാൽ മതി എന്നൊരു സിറ്റുവേഷൻ ആയി. നിന്റെ നിഴല് പോലും കിട്ടാൻ മനസ്സിലായില്ല. നീ ഒരു വാക്കൊന്ന് സംസാരിപ്പാൻ ആളുകൾ കൊതിക്കുന്ന സമയം വരാൻ പോകുക. ഞാൻ വചനത്തിൽ നിന്ന് പറയുക, നിന്റെ പ്രാർത്ഥനകൾ കാത്തിരിക്കുന്നൊരു കൂട്ടം. ദൈവന്മാർ ദൂത് പറയുന്നു കേട്ടോ. മോശേ, ഇന്ന് നിന്നെ ഓടിച്ച അതേ എബ്രായൻ സ്തോത്രം നിന്റെ മുന്നിൽ മുട്ടുമടക്കുന്ന കാലം വരാൻ പോകുക. ഉടാറകൽക്കമന. അവൻ പാറ വെച്ചെന്നുള്ള സത്യമാ, പക്ഷെ അവന്റെ വിടുതൽ നിന്റെ കയ്യില. അവന്റെ വിടുതൽ നിന്റെ കയ്യില. നിന്റെ പ്രാർത്ഥനയാണ് അവന്റെ വിടുതൽ. അഡാമന റഗൽഖമാന. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഇന്ന് പല ദൈവാത്മാ ചില കുടുംബങ്ങളെ നോക്കി പറയുന്നു, കാറ്റടങ്ങും, കടൽ ശാന്തമാകും. യേശുവിൻ നാമത്തിൽ കാറ്റടങ്ങും, കടൽ ശാന്തമാകും. ദൈവാത്മാ ചില കുടുംബങ്ങളെ പണിതെടുക്കുന്ന രാത്രിയാ.
ഉഷാമന ഋഗല ജഗൽക്കമാൻ യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു. ഒരുപാട് വിടുതലുകൾ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഇന്ന് പറയുക പരിശുദ്ധമോ ദൂത് പറയുന്നു, വിടുതലുകൾ നിങ്ങൾ കാണാൻ പോകുക. ഇത് പ്രസംഗം കേട്ട് മടുത്തെങ്കിൽ, പ്രവചനം കേട്ട് മടുത്തെങ്കിൽ, ഇനി വിടുതൽ കണ്ട് നീ മടുക്കാൻ പോകുക. ആമേൻ ആമേൻ. പ്രസംഗം കേട്ട് മടുത്തെങ്കിൽ, പ്രവചനം കേട്ട് മടുത്തെങ്കിൽ, നിന്റെ ജീവിത നിവർത്തീകരണം കണ്ട് നീ മടുക്കാൻ പോകുക. ദൈവാത്മാവ് ദൂത് പറയുക, ഈ മോശേ ഇനി നീ വലിയൊരു കൂട്ടത്തിന്റെ ലീഡറായി മാറാൻ പോകുന്നു. സ്തോത്രം. താഴോട്ടേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം ഈ സ്തോത്രം 7-ാം വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 7-ാം വാക്യം. ഇവർ അവരെ നടുവിൽ നിർത്തി, ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചു. ആമേൻ. സ്തോത്രം. ഇവിടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ എബ്രായൻ ചോദിച്ചു, മിസ്രൈമൻ ചോദിച്ച വലിയ സങ്കടമില്ല കേട്ടോ. അവൻ ജാതിയനല്ലേ. സ്വന്തം കൂട്ടു സഹോദരന്മാർ ചോദിക്കുമ്പോഴാണ് ദുഃഖം കൂടുന്നത്. രണ്ടാമത് ചോദിച്ച ചോദ്യം, നിന്നെ ന്യായാധിപതിയാക്കിയവൻ ആർ? രണ്ടാമത്തെ ചോദ്യമാണ്, നിന്നെ ന്യായാധിപതിയാക്കിയവൻ ആർ? ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്നാണെന്നറിയാമോ? ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങളിത് ചെയ്തത് എന്ന് ചോദിച്ചു. എന്നാ ചോദിക്കുന്ന ചോദ്യം? എന്നാ? ഏത് ശക്തിയാണ്, ഏത് നാമമാണ് ഇത് ചെയ്തത്? അതേ ചോദ്യമല്ലേ മോശയോട് ചോദിച്ചത്. നീ ആരാ? നീ ന്യായാധിപതിയാണോ? അടുത്ത 14-ാം വാക്യം പറയുന്നു, അപ്പോസ്തല പ്രവൃത്തി 4:14, സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോട് കൂടെ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് എതിര് പറയാൻ വകയില്ലായിരുന്നു. അമൻ. ചിലതിന്റെ വായ അടയാൻ പോകുക. മനസ്സിലായില്ല? അമേൻ അമേൻ. എതിര് പറയാൻ പറ്റാത്ത വിടുതൽ കാണാൻ പോകുക. ഉടരാ ശംദല ഹസ്ത ദൈവന്മാനെ ഏൽപ്പിച്ച ദൂത കേട്ടോ. നീ ആരടാ ന്യായാധിപതി എന്ന് ചോദിച്ചവൻ നിന്റെ ജീവിതത്തിൽ നടക്കുന്ന വിടുതലെ കണ്ടിട്ട് എതിര് പറയാൻ പറ്റാതെ വായടക്കാൻ പോകുക. ഉടാമന ശംദല യേശുവിന്റെ നാമത്തിൽ ദൈവന്മാർ ദൂത് പറയുക. ചിലതിന്റെ വായ അടയും. ഓ, ചിലതിന്റെ ചോദ്യങ്ങളുടെ ഉത്തരം മുട്ടും. കാരണം നിന്റെ കുടുംബത്തിൽ വിടുതൽ നടക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധന്മാർ ചില അപ്പോസ്തല പ്രവൃത്തിയുടെ കുടുംബങ്ങളെ ആരംഭിക്കാൻ പോകുക. നിന്റെ ജോലിയിലെ പ്രമോഷൻ കാണുമ്പോൾ, നിന്റെ തലമുറകളുടെ വിടുതല കാണുമ്പോൾ, നിന്റെ കുടുംബത്തിന്റെ ഉയർച്ച കാണുമ്പോൾ അവര് വായടയും. ഉടാമന ശംദല റഗൽഖമാൻ യേശുവിൻ നാമത്തിൽ. ചില വർഷങ്ങൾക്ക് മുൻപ് സ്തോത്രം ബാംഗ്ലൂരിലെ പാസ്റ്റർ എം എ വർഗീസ് അങ്കിൾ, അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് സ്തോത്രം ഞാൻ അദ്ദേഹത്തോട് ഒന്ന്, പാസ്റ്റർ ഈ ആളുകളൊന്നും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ എന്തിനെ പറയാൻ പോകുന്നത്? നീ കാണിച്ചു കൊടുക്കണമെന്ന്. മനസ്സിലായില്ല? നീ എന്നാത്തിനാ പറയാൻ പോകുന്നത്? നീ കാണിച്ചു കൊടുക്കണം. ദേവന്മാർ നിങ്ങളോട് പറയുക, നീ ഇനി പറയാൻ പോകണ്ട. എതിര് പറയാൻ പറ്റാത്തതുപോലെ സ്തോത്രം നിന്റെ ജീവിതത്തിൽ ചില വിടുതൽ നടക്കുമ്പോൾ അവരുടെ വായി തന്നാലെ അടയുമെന്ന്. ഉടരാ ശംദല റഗൽഖമാന. ഇന്ന് പകൽക്കാലം ദൈവന്മാർ പറയുന്നു, ചില തളർന്നു പോയ വ്യക്തികൾ എഴുന്നേക്കാൻ പോകുക. സ്തോത്രം സ്തോത്രം. തളർന്നു പോയി, വിശ്വാസം കളയണ്ട കേട്ടോ. തളർന്നു പോയ വ്യക്തികൾ എഴുന്നേക്ക് നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണും. യേശുവിന്റെ നാമ ദൈവത്തെ ദൂതുന്നു. എതിര് പറയാൻ പറ്റാത്ത വിടുതലുകൾ ചില കുടുംബങ്ങൾ ദൈവം അയക്കാൻ പോകുക. അത് അടുത്ത് ഇവര് പറയുകയാണ്, ഞങ്ങളോ കണ്ടും കേട്ടുമുള്ളത് പ്രസ്താവിക്കാതിരിക്കാൻ പറ്റത്തില്ല, ഞങ്ങളുടെ വായ അടക്കാൻ പോകുന്നില്ല. ദൈവം ദൂത്, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്ന ഒരു ലൂസിഫറും വിചാരിക്കണ്ട, ഞാൻ എന്റെ പ്രവചനം നിർത്തുന്ന ഒരു ലൂസിഫറും വിചാരിക്കണ്ട. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുക. ഉടാമന ശംദല റഗൽഖമാന. സ്തോത്രം. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ച ഇപ്രകാരം പറഞ്ഞ പ്രവചനം നടന്നെന്ന് പറഞ്ഞു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രവചനം നടന്നു. സ്തോത്രം. ദൈവന്മാർ പറയുന്നു, ചിലതെല്ലാം നടക്കാൻ പോകുക കേട്ടോ. ആമേൻ. ചിലതെല്ലാം നടക്കാൻ പോകുക. ചിലരെല്ലാം വിശ്വാസം മങ്ങിയിരിക്കുന്നെങ്കിൽ പരിശുദ്ധന്മ പറയുന്നു, ഇന്ന് രാത്രി നിന്റെ വിശ്വാസം കത്തട്ടെ. നിന്നെ ന്യായാധിപതിയാക്കിയവൻ ആരെന്ന് ചോദിച്ചവൻ നിന്നെ ന്യായാധിപതി അംഗീകരിക്കാൻ പോകുക. ഉടാ മന ശംദല. മോശേ, നീ ചില നിയമത്തിന്റെ കൽപ്പനകൾ എഴുതാൻ പോകുക നിന്റെ കൈകൊണ്ട്. ആദ്യം ദൈവം എഴുതിയെന്നുള്ള സത്യമാ. നീ അവരെങ്ങനെ നടക്കണമെന്ന് നീ എഴുതും. നീ പറയുന്ന പോലെ അവർ നടക്കും. ഇന്നും നമ്മൾ മോശയുടെ ന്യായപ്രമാണത്തെ തള്ളിക്കളയാൻ പറ്റുമോ? ദൈവന്മാർ ദൂത് പറയുക, നിന്നെ എത്രത്തോളം അംഗീകരിക്കുന്നില്ലയോ അത്രത്തോളം നീ മാനിക്കപ്പെടുന്ന സമയം കടന്നു വരാൻ പോകുകയാ. സ്തോത്രം. മോശയുടെ കൽപ്പനകൾ ദൈവം പറഞ്ഞു, ഞാനൊരു സ്നേഹിതനോടെന്ന പോലെ അവനോട് സംസാരിച്ചു. എവിടെയാണ് റിജക്ഷൻ വരുന്നത്? അവിടെയാണ് ദൈവിക വെളിപ്പാടുകൾ ഉയർന്നു വരുന്നത്. എബ്രായൻ കണ്ടിട്ടില്ലാത്ത, ഫറവോൻ കണ്ടിട്ടില്ലാത്ത ഉണർവുകൾ നിന്നെ കൂടെ നടക്കാൻ പോകുക.
യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു, യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു. സങ്കീർത്തനങ്ങൾ 75 അധ്യായം സ്തോത്രം 7 വാക്യം. സങ്കീർത്തനങ്ങൾ 75:7 ഇപ്രകാരം പറയുന്നു. വായിച്ചോട്ടെ സിസ്റ്റർ. സങ്കീർത്തനങ്ങൾ 75:7. ദൈവം ന്യായാധിപതിയാകുന്നു, അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. ആമേൻ. 10 വാക്യം. ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെയും ഞാൻ മുറിച്ചു കളയും, നീതിമാന്മാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കും. ബൈബിൾ പറയും ദൈവം ന്യായാധിപതിയാകുന്നു, അവൻ ഒരുത്തനെ താഴ്ത്തുമ്പോൾ മറ്റൊരുവനെ ഉയർത്തുന്നു. മോശെ, നീ ഉയരാൻ പോകുക, പിന്നെയോ നിന്നെ വെല്ലുവിളിക്കുന്ന ദുഷ്ടന്മാരുടെ കൊമ്പുകൾ അവൻ മുറിച്ചു കളയും. മനസ്സിലായില്ല? ആമേൻ. നീതിമാന്മാരുടെ കൊമ്പുകൾ ഉയർന്നിരിക്കും. 2026 ചിലതിന്റെ കൊമ്പ് ഉയരുന്ന വർഷമാ. ഉഡാ ഷമാന റഗജഗദൽക്കമാന. ആ ജസ്നി റോബിൻ എന്ന് പറഞ്ഞ സിസ്റ്ററോട് ദൈവാത്മാവ് ദൂത് പറയുന്നു. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ ചില ഉയർച്ചകളിലോട്ട് ദൈവം നിങ്ങളെ മാറ്റാൻ പോകുക. ഓ ഉഡാമന ശംദല റഗൽക്കമാന. ചില ഉയർച്ചകളും ചില വാതിലുകളും എല്ലാം ദൈവാത്മാ ഈ വർഷം ദൈവം നിങ്ങൾക്കൊണ്ട് ഒരുക്കുന്നു. ഓ ഉഷാമന വൈഷമന റഗൽക്കമാന. ഉയർന്നു പൊങ്ങിയ സ്തോത്രം പെട്ടകം, ഉയർന്നു പൊങ്ങിയ പെട്ടകം ആരാരത്തിൽ ഉറച്ചു. ദൈവാത്മാ പറയുന്നു, ലക്ഷ്യമില്ലാതെ പെട്ടകം ഉയർന്നപ്പോൾ സ്തോത്രം എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. എന്നാൽ ആ പ്രതീക്ഷകളുടെ അപ്പുറത്ത് ചിന്തിക്കാൻ പറ്റാത്ത ഉയരത്തിൽ നോഹിയുടെ പെട്ടകം ഉറച്ചതുപോലെ ദൈവാത്മാവ് നിങ്ങളെ ചില സ്ഥലങ്ങൾ ഉറപ്പിക്കാൻ പോകുക. ഉഡാ മന ശമാന വൈഡാമാന. സ്തോത്രം. ചില 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 മേഖലകളിലെല്ലാം കലങ്ങിപ്പോയിരിക്കുന്ന വെള്ളമെല്ലാം ശുദ്ധീകരിക്കപ്പെടും. സ്തോത്രം. ചില വയലുകളെല്ലാം മുങ്ങിപ്പോയ വയലുകളിൽ വീണ്ടും കൃഷി ആരംഭിച്ചതുപോലെ നോഹയുടെ ജീവിതത്തിലെ നന്മകൾ നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെട്ട് വരുന്നത് പരിശുദ്ധനെ കാണിക്കുക. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ചോ, ദൈവാത്മാവ് ചില മണ്ഡലങ്ങളെ തുറന്നു തരുന്നു. ഇന്ന് രാത്രി ചില മേഖലകളെ ഓപ്പൺ ചെയ്തു തരുന്നത് പരിശുദ്ധ ദൂത് പറയുക. അഷാമന റഗൽക്കമ. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് ചില കുടുംബങ്ങളെ ഇന്ന് രാത്രി പണിഞ്ഞെടുക്കുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. താഴോട്ടേക്ക് വരുമ്പോൾ പറയുന്നു, ദൈവം ന്യായാധിപതിയാകുന്നു. എന്നോട് അവർ ചോദിക്കുകയാണ്, സ്തോത്രം, നീ ന്യായാധിപതിയാണോ? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എനിക്കൊരു ന്യായാധിപതി ഉണ്ട്. ഉഡാമന റഗൽക്കമാന ശംദല വൈഷമാന. എനിക്കൊരു ന്യായാധിപതി ഉണ്ട്. സ്തോത്രം. ആ ജയാ സജി എന്ന് പറഞ്ഞ സിസ്റ്ററോട് പരിശുദ്ധന്മാവ് ദൂത് പറയുക, ഇന്ന് രാത്രി ദൈവാത്മാവ് ചില കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൊണ്ട് സെറ്റിൽ ചെയ്യാൻ പോകുക. ഉടരാ ശമനകൽക്കമാന വൈഡമാന. സ്തോത്രം. മാർച്ച് മാസത്തോട് ബന്ധപ്പെട്ട് ദൈവം നിങ്ങളുടെ ലൈഫിൽ ചില ഷിഫ്റ്റുകൾ ചെയ്യും. ശമന രഗച്ചസ്തരാജകൽക്കമന. ചില ഷിഫ്റ്റുകളും ചില മാന്യതകളും എല്ലാം ചില പടകുകൾക്കകത്ത്, പത്രോസിന്റെ പടകുകളിൽ വലയ്ക്കകത്തും പടകിലെല്ലാം നന്മകൾ നിറഞ്ഞതുപോലെ ചില സ്തോത്ര മണ്ഡലങ്ങൾ ഓപ്പൺ ചെയ്യുന്ന വർഷമായിരിക്കും ഈ വർഷം എന്ന് പരിശുദ്ധമ്മ പറയുക. ഓ ഋബര ഹസ്തര ജഗൽക്കമാന. നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് സ്തോത്രം ചില മേഖലകളെല്ലാം നിങ്ങളുടെ ബ്ലഡ് സംബന്ധമായി ചില അശുദ്ധികളെല്ലാം ക്ലിയർ ആയി വരുന്നത് പോലെ ദൈവാത്മാനോട് പറയുന്നു, ബ്ലഡ് നിങ്ങളുടെ രക്തസംബന്ധമായി അശുദ്ധികൾ ക്ലിയറായി വരുന്നത് പോലെ ചില വിടുതലുകളും ചില നന്മകളും പരിശുദ്ധന്മാർ കൽപ്പിക്കാൻ പോകുക. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ചോ, ദൈവം നിങ്ങളുടെ ഭാവിയിൽ വലിയ ഷിഫ്റ്റ് ചെയ്യാൻ പോകുക. സ്തോത്രം. ചില യാത്രകളും ചില മണ്ഡലങ്ങളിൽ സന്തോഷവും ആർപ്പോടുകൂടിയുള്ള വിടുതലുകളും എല്ലാം നിങ്ങൾ പ്രാപിക്കുമെന്ന് പരിശുദ്ധന്മാർ ദൂത് പറയാൻ പറയുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താഴോട്ട് വരുമ്പോൾ ചോദിച്ച ചോദ്യം, നീ ന്യായാധിപതിയാണോടാ? എനിക്ക് ന്യായാധിപതി നിൽക്കുന്ന ഒരു ദൈവം ഉള്ളത് കൊണ്ട് സ്തോത്രം നിന്റെ വായ അടയാൻ പോകുക. ഇത് രാത്രി ദൈവാത്മാ പറയുന്നു, എനിക്ക് വേണ്ടി സ്തോത്രം ദൈവം ചില ന്യായങ്ങൾ കൽപ്പിക്കാൻ പോകുന്നു. താഴോട്ടേക്ക് വരുമ്പോൾ ഈ നാലാമത് എബ്രാഹിം ചോദിച്ച ചോദ്യം എന്നാന്നറിയാമോ? എൻ്റെ പ്രസംഗത്തിന് സമയം തീരാറായി കേട്ടോ. നാലാമത് ചോദിച്ച ചോദ്യം സ്തോത്രം, നീ എന്നെ കൊല്ലുമോ? സ്തോത്രം. എന്നെ ചോദിച്ചത്, നമുക്ക് ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. അങ്ങോട്ടേക്ക് വരുമ്പം ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ മിസ്രയീമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ നീ ഭാവിക്കുന്നുവോ എന്ന് ചോദ്യം. നീ എന്നെ കൊല്ലുവോ എന്ന ചോദ്യം. മിസ്രയീമിനെ കൊന്നതുപോലെ നീ എന്നെ കൊല്ലാൻ നോക്കണ്ട, നടക്കത്തില്ലെന്ന്. അതിന്റെ മറുപടിയാണ് ഇനി വരാൻ പോകുന്നത്. അതും കൂടി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. സ്തോത്രം. പുറപ്പാട് പുസ്തകം
1-ാം അധ്യായം 18-ാം വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യം. അപ്പോൾ മിസ്രൈമി രാജാവ് സ്തുതികർമ്മ്യങ്ങളെ വരുത്തി, ഇതെന്തൊരു പ്രവൃത്തി, നിങ്ങൾ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. മോശയോട് ചോദിച്ചൊരു ചോദ്യം, നീ ഞങ്ങളെ കൊല്ലുമോ എന്ന. അപ്പൊ മോശയ്ക്ക് പറയാനുള്ളത് എന്തെന്നറിയാമോ? ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവായി വെളി വന്നപ്പോൾ എന്നെ കൊന്നുകളയുവാൻ സ്തോത്രം രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചതാ. ഞാൻ മരിക്കുന്നത് കാണാൻ എന്റെ സഹോദരി അപ്പുറത്തെ കാട്ടിൽ ഞാങ്ങണപ്പെട്ടകം നോക്കി കരഞ്ഞുകൊണ്ടിരുന്നതാ. സ്തോത്രം. ആ എന്നിൽ ജീവൻ വ്യാപരിച്ചെങ്കിൽ എന്നിൽ ജീവനും നിങ്ങളിൽ മരണം വ്യാപരിക്കാൻ പോകുക. പൗലോസിന്റെ വാക്ക പറഞ്ഞത്, എന്നിൽ ജീവൻ വ്യാപരിച്ചെങ്കിൽ. ഓ സ്തോത്രം. നൈൽ നദിയിൽ മുക്കിക്കൊല്ലാൻ ശത്രു പദ്ധതിയിട്ടപ്പോൾ ചെങ്കടലിനെ വറ്റിപ്പാൻ ദൈവം എന്നെ തെരഞ്ഞെടുത്തു. മനസ്സിലായില്ല? നൈൽ നദി എന്ന മരണത്തെ ജയിപ്പാൻ ദൈവം ഇടയാക്കിയെങ്കിൽ ചെങ്കടൽ എന്ന വൻ മരണത്തെ ഞാൻ ചവിട്ടി തുറക്കാൻ പോകുക. പരിശുദ്ധ ദൂത് പറയുന്നു, നിന്നിൽ ജീവൻ വ്യാപരിക്കാൻ പോകുക. എബ്രായൻ ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? നീ എന്നെ കൊല്ലുമോ എന്നാണെങ്കിൽ എന്റെ ശുശ്രൂഷ ജീവിപ്പിക്കുന്ന ശുശ്രൂഷയ. പക്ഷേ ഫറവോന്റെ ഗ്രഹത്തിന്റെ അകത്ത് ചിലതിനെ ഞാൻ കൊല്ലാൻ പോകുക. ഉടരാ ശംദല റകൽക്കമാൻ. മനസ്സിലായില്ല? ചില ചോദ്യങ്ങൾ എന്നാന്നറിയാമോ? ആ ചോദ്യം നിന്റെ മറുപടിയാ. ചിലരൊക്കെ ചില ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നേ ഉണ്ടെന്നേ. അവര് ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? നീ കൊല്ലുമോ എന്നാണെങ്കിൽ ഞാൻ കൽപ്പിച്ചാൽ സ്തോത്രം ഫറവോൻ ചാകും. ദൈവം മോശയോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? മോശേ, നീ സ്തോത്രം ചെങ്കടലിൽ കടന്ന് അക്കരെ എത്തുമ്പോൾ നിന്റെ വടി ഒന്നും കൂടെ നീട്ടണം. എന്തിനാന്നറിയാമോ? ആ കടൽ പൂർവസ്ഥിതിയിലോട്ട് മടങ്ങി വരേണ്ടതിനും ഇന്ന് കണ്ട മിസ്രൈമിലെല്ലാം നീ നശിപ്പിക്കാൻ പോകുക. നിന്നോട് ചോദിച്ചില്ല നീ കൊല്ലുമോ? അത് എന്റെ കയ്യിൽ അധികാരത്തിന് വടിക്കൊരു പ്രത്യേകതയുണ്ട്. അത് തുറക്കാൻ മാത്രമല്ല അടക്കാനും അധികാരമുണ്ടെന്ന്. അടാമന ശംദല രകൽക്കമാന അസ്തര ജഗന ജഗൽക്കമാന. ആശാരി ഉപദേശം എന്ന് പറഞ്ഞൊരു ദേവദാസൻ സ്തോത്രം ഒരിക്കലും സ്ഥലത്ത് മീറ്റിങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മദ്യപാനിയായ വ്യക്തി അടുത്ത ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ കയറി ഫ്യൂസൂരി. സ്തോത്രം. എന്നിട്ട് എന്നാ ചെയ്യുന്ന പറയുമ്പോ പ്രസംഗം 2 സെക്കൻഡ് നിൽക്കുമല്ലോ, മൈക്ക് സപ്ലൈ പോയല്ലോ, പിന്നെയും ഇടും. അങ്ങനെ 3-4 വട്ടം ചെയ്തപ്പോൾ ആശാരി ഉപദേശിയുടെ ക്ഷമ നശിച്ചു. അദ്ദേഹം സ്റ്റേജിൽ നിന്ന് പ്രവചിച്ചു കൊണ്ട് പറഞ്ഞു, ആ പോസ്റ്റിന്റെ മുകളിൽ നിന്ന് ഫ്യൂസ് ഊരുന്ന സഹോദര, നിന്റെ ഫ്യൂസ് ദൈവം ഊരാതെ നോക്കിക്കോ. എന്നിട്ട് അദ്ദേഹം പ്രവചിച്ചു, നിന്റെ തലമുറ ഭൂമി കാലുകുത്തത്തില്ല. സ്തോത്രം. നിന്റെ തലമുറ ഭൂമി കാലുകുത്തത്തില്ലെന്ന്. അന്നായിരുന്നുകൊണ്ട് ആശാരോപദേശി രക്ഷപ്പെട്ടു. ഇന്നാണെങ്കിൽ സ്തോത്രം പെന്തക്കോസ്തർ അദ്ദേഹത്തെ വെറുതെ വിടത്തില്ലായിരുന്നു. എന്താണെന്നറിയാമോ? ഇദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. ഇദ്ദേഹം ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷോക്കേറ്റ് താഴെപ്പോയി. പോസ്റ്റിന്റെ മുകളിലാണ് ഇരിക്കുന്നതന്നെ. അദ്ദേഹത്തെ ഒരു ആംബുലൻസിൽ സ്തോത്രം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. ആശാരോപദേശം പ്രവചിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞതിന് 3 മാസം എന്നൊരു സമയം പറഞ്ഞായിരുന്നു. 3 മാസത്തിന്റെ അകത്ത് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. കൂടാതെ അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. ആദ്യത്തെ കുഞ്ഞിനെ ഗർഭിണിയായി പോകുമ്പം വീട്ടുകാർ നിർബന്ധിച്ച് അവരെ കൊണ്ട് അബോർഷൻ ചെയ്യിച്ചു. ആശാരോപദേശം പറഞ്ഞെന്നറിയാമോ? നിന്റെ കുഞ്ഞ് ഈ ലോകത്ത് കാലുകുത്തത്തില്ലെന്ന്. സ്തോത്രം. മനസ്സിലായില്ല? ചിലത് തുറക്കാനും ചിലത് അടക്കാനും മോശെ നിന്റെ കയ്യിലൊരു അധികാരമുണ്ട് എന്ന് വെച്ച് പയ്യെ പോകുന്നതിന് കയറി അങ്ങ് പൂട്ടിക്കളിയരുത് കേട്ടോ. ഇന്നുപോലെ ദൈവന്മാർ ദൂത് പറയുക, മോശെ ദൈവം നിന്നോട് കൽപ്പിച്ചപ്പോൾ നീ ആ വടി എന്നാ ചെയ്യണമെന്നറിയാമോ? ആ വടി ഒന്നും കൂടെ ചെങ്കടലേക്ക് നീട്ടണം. എന്തിനാണെന്നറിയാമോ? ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി നീ ഒരു നാളും കാണത്തില്ല. ദൈവാത്മാ ദൂത് പറയുന്നു, 2025 കണ്ട കഷ്ടതകൾ ഇനി നീ കാണത്തില്ല. ആമേൻ. 2024 നിന്നെ നിന്ദിച്ചവനെ ഇനി നീ കാണത്തില്ല. 2026 നീ ചില മേഖലയിൽ സെറ്റിലാകാൻ പോകുക. പരിശുദ്ധ ഇവാൻ എന്ന് പറയുന്ന വ്യക്തിയോട് ദൂത് പറയുന്നു, ഉഡാമന ശംദല രകൽക്കമാന. ചില മണ്ഡലങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിൽ ഓപ്പണായി വരുന്നു. ഓ ഉഡാഹസ്തരാജകൽക്കമാന. ചില മണ്ഡലങ്ങൾ പരിശുദ്ധന്മാർ ദൂത് പറയുന്നു. ചില രാജ്യങ്ങളോട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലും ദൈവം ചില വാതിൽ തുറക്കാൻ പോകുക. UK എന്നൊരു സ്ഥലം ദൈവാത്മാവിനെ കാണിക്കുന്നു. UK-യിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഉഷാമന വൈഡമാനകൽക്കമാന. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുക. ചില വാതിൽ തുറക്കപ്പെടാൻ പോകുന്നു. ചില മണ്ഡലങ്ങൾ ഓപ്പൺ ചെയ്ത് ഭാവി സെറ്റിൽ ചെയ്യപ്പെടാൻ പോകുന്ന പരിശുദ്ധമ്മ പറയുക.
അശാമന റഗൽക്കമാൻ. യേശുവിൻ നാമത്തിൽ ദൈവ ഇവാൻ എന്ന് പറഞ്ഞ സഹോദരൻ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. സ്തോത്രം. കഴിഞ്ഞ ദിവസം സ്തോത്രം ഞാനിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നപ്പോൾ ഒരാൾ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ അങ്ങ് അത്ഭുതപ്പെട്ടു പോയി കേട്ടോ. മറ്റാരും അല്ലായിരുന്നു, പുനലൂർ പ്രവാചകൻ സാമച്ചൻ പാസ്റ്ററുടെ ഭാര്യ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചിരിക്കുക. അപ്പൊ ഞാൻ അത് ആന്റിയോട് ചോദിച്ചു, ആന്റി എന്നെ കളിയാക്കരുത്, ഞാൻ ഇന്നിനെ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ആന്റിയല്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ, അപ്പൊ നീ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാനൊരു ദൂത് പറയട്ടെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത മേഖലകൾക്കകത്ത് ദൈവത്തിന്റെ വഴി തുറക്കപ്പെട്ടാൽ സ്തോത്രം, ചില വലിയ ആളുകൾ പോലും നിന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കും. മനസ്സിലായില്ല? സ്തോത്രം. നമ്മൾ ഒരു കാലത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്യൂ നിന്നൊരു കാലമുണ്ട്. എന്നാൽ നാളെ സ്തോത്രം അവർ നമ്മുടെ വിടുതല് കാണുമ്പോൾ, ഓ ദൈവം വെച്ചാൽ ദൂത് പറയുക കേട്ടോ, ഇന്ന് പകരം മോശേ എബ്രായൻ ചോദിച്ചില്ലേ നീ ന്യായാധിപതിയോ എന്ന്, നാളെ അതേ വിടുതലുകൾ നീ നിമിത്തം നടക്കാൻ പോകുക. അശവരവരവര ശബ്ദലാറകൽക്കമാന. യേശുവിന്റെ നാമത്തിൽ ചില മണ്ഡലങ്ങൾ ഓപ്പൺ ആവുകയാ. ചില വ്യക്തികൾ പരിശുദ്ധമാനോട് പറയുന്നത് കേട്ടോ, നീ അംഗീകരിക്കപ്പെടാത്ത മേഖലകളിൽ നീ അംഗീകരിക്കപ്പെടാൻ പോകുന്നു. ഓ യേശുവിന്റെ ആ സിനിമോൾ എന്ന് പറഞ്ഞ അസിസ്റ്ററോട് ദൈവാത്മാ പറയുക, ഇന്ന് രാത്രി ചില അംഗീകാരങ്ങൾ, ഉടരാ ഹസ്തരാ, തലമുറകളോട് ബന്ധപ്പെട്ട് ചില അംഗീകാരങ്ങൾ, ഭാവി സംബന്ധമായിരിക്കുന്ന വിടുതലുകളും ദിവസങ്ങൾ ദൈവാത്മാവ് പകരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ചില പേപ്പറുകളെല്ലാം സൈൻ ചെയ്ത് കൈ തരുന്നത് പോലെ, സ്തോത്രം, ചില പേപ്പറുകൾ സൈൻ ചെയ്ത് കൈ തരുന്നത് പോലെ ദൈവാത്മാവ് നിങ്ങളുടെ കയ്യിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. ചില നിങ്ങൾ ദിവസങ്ങളിൽ ചില സ്ട്രഗിളുകളിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ ഇന്ന് രാത്രി സ്തോത്രം വലിയ കഷ്ടതകൾ ചെറുതായി വരുന്നു. ദൈവന്മാരെ വെളിപ്പാട് കാണിക്കുക, വലിയ വെല്ലുവിളികൾ ചെറുതായി നിങ്ങൾ റിലീസാകുന്ന ഒരു വെളിപ്പാട് ദൈവന്മാരെ കാണിക്കുക. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. എൻ്റെ സമയം തീരാറായി കേട്ടോ. സ്തോത്രം. താഴോട്ടേക്ക് വരുമ്പോൾ ഈ എബ്രാഹിം ചോദിച്ച ചോദ്യം എന്നാണെന്നറിയാമോ? നീ കൊല്ലുമോ എന്ന്. എന്നാൽ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 13-ാം വാക്യം പറയുന്നു കേട്ടോ, നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ രക്തമടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതു ആകത്തില്ല. ഓർക്കണം കേട്ടോ. സ്തോത്രം. നമുക്ക് രക്തം കാവലായിരിക്കുമ്പോൾ കൊല്ലുമോ എന്ന് ചോദിച്ചവൻ കൊല്ലപ്പെടാൻ പോകുക. ഉഡാമന ശംദല. യേശുവിന്റെ നാമത്തിൽ ഫറവോൻ കൊല്ലപ്പെടും, മിസ്രയീമ്യർ തകർന്നടിയും. സ്തോത്രം. എന്നാൽ മോശേ, നിന്റെ കുടുംബത്തിൽ ദൈവാത്മാവ് വിടുതലയ്ക്കാൻ പോകുക. ആ ബിജോയ്, ജമ്മു കാശ്മീരിലെ ബിജോയ് എന്ന് പറഞ്ഞ വ്യക്തി ദൈവാത്മാവ് പറയുന്നു, ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കാൻ റെഡിയായിക്കോ. നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ചില സ്ഥലങ്ങളിലോട്ട് നിങ്ങളെ ഞാൻ പറഞ്ഞയക്കും. ചിലർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, സ്തോത്രം, ചില മണ്ഡലങ്ങളെല്ലാം ഓപ്പൺ ചെയ്യുവാൻ. നിങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നതായിരിക്കുന്ന എന്തോ ജോലി സംബന്ധമായിട്ടോ മറ്റോ നിങ്ങളുടെ ഭാവി സംബന്ധമായിട്ടുള്ള ചില മേഖലകളെല്ലാം ഓപ്പണായി വരും. നിങ്ങൾ എൻ്റെ കാര്യം ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം ചെയ്യാൻ പോകുക. നിങ്ങൾ എൻ്റെ കാര്യം ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം ചെയ്യാൻ പോകുക. ധൈര്യത്തോടുകൂടെ മുന്നോട്ട് പോകാൻ റെഡിയായിക്കോ. ദൈവം ഈ വർഷം നിങ്ങൾ അനുഗ്രഹിക്കാൻ പോകുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ. ബീനാജയ സിസ്റ്ററെ, ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിലും ചില സ്തോത്രം എന്താ പറയണ്ടേ, ചില മറുപടികളൊന്നും കാണുന്നില്ലെങ്കിലും ഭാരപ്പെടണ്ട. ദൈവാത്മാവ് മറുപടിയായി വെളിപ്പെടാൻ പോകുക. നിങ്ങൾ മറ്റുള്ളവർക്കൊരു മറുപടിയായി മാറാൻ പോകുന്നു. ഉഷാമനാറകൽക്കമന. നിങ്ങൾ മറ്റുള്ളവർക്കൊരു മറുപടിയാ. നിങ്ങൾ മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയല്ല, നിങ്ങളൊരു മറുപടിയായിരിക്കും യേശുവിന്റെ നാമത്തിൽ. അനേകരെ സ്തോത്രം ദൈവരാജ്യത്തിന്റെ വർധനവിന് വേണ്ടി ഉത്സാഹിപ്പിക്കുക മാത്രമല്ല, നിങ്ങൾ ഒരു ലീഡറായിട്ട് ഇനി മാറും. സ്തോത്രം. നിങ്ങളുടെ സഭാന്തരീക്ഷം മാറാൻ പോകുക. സ്തോത്രം. നിങ്ങളുടെ സഭാന്തരീക്ഷം മാറാൻ പോകുന്നു. ദൈവാത്മാവിനോട് പറയുന്നു, സ്തോത്രം, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലർ നിങ്ങളുടെ അടുക്കലോട്ട് ചേർന്ന് വരുന്നത് പോലെ പ്രതീക്ഷിക്കാത്ത പുതിയ ചില ബന്ധങ്ങൾ നിങ്ങളിലേക്ക് കണക്ട് ചെയ്ത് വരാൻ പോകുക. നിരാശപ്പെട്ട സ്തോത്രം മണ്ഡലങ്ങളും വെല്ലുവിളികളുടെ മണ്ഡലങ്ങളും എല്ലാം ദൈവം മാറ്റി നിങ്ങളുടെ കുടുംബത്തിൽ ചില വിശാലതകൾ കൽപ്പിക്കുമെന്ന് പരിശുദ്ധമാവ് ദൂത് പറയുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താഴോട്ട് വരുമ്പോൾ അടുത്ത ഒരു മണ്ഡലം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താൻ പോകുക കേട്ടോ. സ്തോത്രം. അടുത്തൊരു മണ്ഡലം കൂടി പറഞ്ഞ് നിർത്താൻ പോവുകയാണ്. അടുത്ത കാര്യം, വെല്ലുവിളിച്ചതാരാ? എബ്രായനല്ലേ. മോശ കൊന്നതാരെയാ? മോശയല്ല, ദൈവം. മിസ്രൈമിനെയല്ലേ. ഇനി അടുത്തൊരു കാര്യം കൂടെ
വായിച്ച് ഞാൻ ക്ലോസ് ചെയ്യും. സംഖ്യാപുസ്തകം 26 അധ്യായം 64 വാക്യം. സംഖ്യാപുസ്തകം 26 അധ്യായം 64 വാക്യം. എന്നാൽ സംഖ്യാപുസ്തകം മോശെയും യെസ് അഹരോൻ പുരോഹിതനും സീനായി മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ അവർ എണ്ണിയവരിൽ ഒരുത്തനും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. മനസ്സിലായില്ലല്ലേ? ഈ പറഞ്ഞവനൊന്നും കൂട്ടത്തിൽ ഉണ്ടാകത്തില്ലെന്ന്. ആമേൻ. നിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ, നിന്റെ വിശ്വാസ ജീവിതത്തിന്റെ ആരംഭത്തിൽ നീ ആരടാ എന്ന് ചോദിച്ച ഒരുത്തരുടെ എണ്ണത്തിൽ ഇല്ലെന്ന്. ഔട്ട് ഔട്ട് ഔട്ട്, അവരെല്ലാം ഔട്ടാ. സ്തോത്രം. അപ്പോൾ ചില ഒരാൾ എന്നോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ മോശ കാനാൻ കണ്ടില്ലല്ലോ എന്ന്. മോശ കാനാൻ കണ്ടില്ലോ എന്ന്. മാർക്കോസിന്റെ സുവിശേഷം 9 അധ്യായം 3 4 കൂടി ഒന്ന് വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. മർക്കോസിന്റെ സുവിശേഷം 9 അധ്യായം 3 4. ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തിളങ്ങി. അപ്പോൾ ഏലിയാവും മോശയും അവർക്ക് പ്രത്യക്ഷമായി യേശുവിനോട് സംഭാഷിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ആളുകളൊക്കെ പറയുന്നത് മോശ കാനാനിലോട്ട് കയറിയില്ലെന്ന്. അതിനേക്കാൾ വലുതിലോട്ട് മോശ കയറി. മനസ്സിലായില്ല? മോശയും ഏലിയാവും ആർക്ക് പ്രത്യക്ഷപ്പെട്ടു? യേശുവിന് പ്രത്യക്ഷപ്പെട്ടു. ദൈവാത്മാ തൂത് പറയുക, എബ്രായൻ നിന്നെ വെല്ലുവിളിച്ചതെന്നാ? സ്തോത്രം സ്തോത്രം സ്തോത്രം. നീ ആരടാ? ന്യായാധിപതിയോ? തീർന്നിട്ടില്ല കേട്ടോ ശുശ്രൂഷ. മറുരൂപമലയ്ക്കകത്ത് മോശ വെളിപ്പെട്ട യേശുവിനോട് പറഞ്ഞു, ബലപ്പെടുക. ഓ, ഞാൻ ജയിച്ചെങ്കിൽ നീയും ജയിക്കും. യേശുവിനോട് പറയുക. എന്നാ ശുശ്രൂഷയല്ലേ? ദൈവാത്മാ ദൂത് പറയുക. ചില വെളിപ്പാടുകൾ ചിലതിന് രാത്രി വെളിപ്പെട്ട് വരാൻ പോകുക. ആ ഫേബ സംനീഷ് എന്ന് പറയുന്ന ആ വ്യക്തിയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിലും ചില മണ്ഡലങ്ങൾ വെളിപ്പെട്ട് വരാൻ പോകുക. ദൈവന്മാരുടെ ഒരു വെളിപ്പാട് കാണിക്കുന്ന ഒരു ലൈറ്റ് ഹൗസ്, അനേക കപ്പലുകൾക്ക് വെളിച്ചം കാണിക്കുന്ന റൂട്ട് കാണിക്കുന്നതാ. അനേക കപ്പലുകൾ സ്തോത്രം തകരാതെ റൂട്ട് കാണിക്കുന്നത് പോലെ, ലൈറ്റ് ഹൗസ് നിൽക്കുന്നത് പോലെ ദൈവാത്മാവിനോട് ദൂത് പറയുക, നിങ്ങളെ ഒരു അടയാളമാക്കി വെക്കാൻ പോകുക. ഉഷാമന വൈ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവ് നിങ്ങൾ നിമിത്തം, ഉഷാമന, നിങ്ങൾ നിമിത്തം, നിങ്ങളുടെ ജീവിതം നിമിത്തം മറ്റ് പല വ്യക്തികളും സ്നാനപ്പെടാൻ പോകുന്നു. അമേൻ അമേൻ. നിങ്ങൾ നിമിത്തം സ്തോത്രം രാജ്യങ്ങളും രാജാക്കന്മാരും എന്ന് ദൈവവചനം പറയുന്നത് പോലെ ചില ഉന്നതമായിരിക്കുന്ന മണ്ഡലങ്ങൾക്കകത്ത് നിങ്ങൾ നിമിത്തം വാതിൽ തുറക്കപ്പെടാൻ പോകുന്നത് പരിശുദ്ധമ പറയുക. അടാമന അറകൽ കമാന. പത്രോസ് കപ്പലിൽ കൂടെ യാത്ര ചെയ്തു. പത്രോസ് പോകാത്ത ഇടങ്ങളില്ലായിരുന്നു. പരിശുദ്ധം പറയുന്നു, നിങ്ങൾ അനേക ഇടങ്ങളിൽ യാത്ര ചെയ്യുന്നത് പോലെ ദൈവം നിങ്ങളുടെ ഭാവിയിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു. റോമാലേഖനത്തിലോട്ട് വരുമ്പോൾ വായിക്കേണ്ട സിസ്റ്റർ ഞാൻ പറയാം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവാത്മാ ദൂത് പറയുക, ഞാൻ ഹാപ്പിയാ, ഞാൻ സ്വതന്ത്രനായിരിക്കയാ. ഓ, ഞാൻ നിമിത്തം, മോശേ നീ നിമിത്തം ചില മണ്ഡലങ്ങൾ എഴുന്നേക്കാൻ പോകുന്നു. മിസ്രയീമിനും തമ്മിലുള്ള, മിസ്രയീമിനും എബ്രായനും തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല, എബ്രായനും തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല, സ്തോത്രം, ഭാരതത്തിലെ എല്ലാ ലോകത്തിലെ ദൈവസഭകളെ പോലും മോശ നിയന്ത്രിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ചെറിയ കാര്യമായിട്ടല്ല നിങ്ങൾ കയറാൻ പോകുന്നത്, വലിയ കാര്യത്തിലോട്ട് ദൈവന്മാർ ദൂത് പറയുന്നു. ചിലരെ ദൈവം വലിയ മേഖലയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോകുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇവിടെ കടന്നു വന്ന എല്ലാവരും ദൈവം മാനിക്കട്ടെ. എന്നെ ഇവിടേക്ക് ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച ബീന സിസ്റ്റർ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മീറ്റിംഗ് ക്ലോസ് ചെയ്യുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവം മാനിക്കട്ടെ.